ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടും ദൈവകൃപയിലും ഏറ്റവും മുമ്പിൽ ഒരാൾ മുതൽ ഏറ്റവും പിറകിലൊരാൾ വരെ യേശുവിൻ്റെ സ്നേഹത്തിലും ബഹുമാനത്തിലും നിങ്ങളെ കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിരാശയ്ക്കോ കുറ്റബോധത്തിനോ കാരണമാകത്തില്ല. നമ്മുടെ അനേകം ആളുകളുടെ മനസ്സിൽ നിരാശയും കുറ്റബോധവും ഉണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്നത് നിരാശയുടെ അളവ് കൂട്ടാനല്ല, പ്രത്യാശയുടെ അളവ് വർദ്ധിക്കാനാണ്. കുറ്റബോധം കൂട്ടാനല്ല, പ്രതീക്ഷയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ അളവിനെ കൂട്ടിക്കൊണ്ടുവരാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ഈ വചനം പ്രസംഗിക്കുമ്പോൾ അത് അനുഗ്രഹമാകുമെന്ന് നമുക്കറിയാൻ പറ്റും. അത് വിശ്വസിച്ചേറ്റെടുക്കുന്ന ആൾക്കത് അനുഗ്രഹമാകുമെന്ന് നമുക്കറിയാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് പറയാനോ പ്രസംഗിക്കാനോ എനിക്കറിയത്തില്ല. പക്ഷെ ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ വ്യക്തി വിജയിക്കും, ഈ വ്യക്തിക്കൊരു നല്ല കാലം വരും, ഈ വ്യക്തി തിളങ്ങാൻ കാരണമാകും. നമുക്കതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ എനിക്കങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ നോക്കിയാലും ഒന്നും കിട്ടത്തുപോലുമില്ല. ഇനി ബുദ്ധിയിൽ നിന്ന് എന്തെങ്കിലും പറയാൻ നോക്കിയാലും നമുക്കൊന്നും മനസ്സിലേക്ക് വരുന്നില്ല ആളോട് പറയാൻ. ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും വേണ്ട, അവരോട് ചില കാര്യങ്ങൾ അവരുടെ കയ്യെ പിടിച്ച് നമുക്ക് പറയാൻ പറ്റും. അതെനിക്ക് മാത്രമല്ല, നമ്മൾ ഏതു കാര്യത്തിൽ നിൽക്കുന്നോ ആ വ്യക്തിക്കൊക്കെ അത് പറയാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിങ്ങളോട് ഞാൻ ഉദാഹരണം പറയാം. ചില സ്ഥലം, ചില വീടും സ്ഥലവും കാണുമ്പം അവർ പറയുമോ ഞങ്ങൾക്ക് നല്ല വില കിട്ടിയത് വിൽക്കും. അവർ ചോദിച്ചത് ഭയങ്കര ഒരു വിലയാണ്. അത് ബ്രോക്കർക്ക് മനസ്സിലായി, ഇത് മേടിക്കാൻ ഉദ്ദേശിച്ച ആൾക്ക് മനസ്സിലായി. അപ്പോൾ ആ ബ്രോക്കർ അപ്പുറത്തുനിന്ന് അവരോട് പറയുകയാണേ, വില കൂടുതലാണ്, എന്നാലും നിങ്ങളിത് മേടിച്ചോ, ഇത് നല്ലൊരു സ്ഥലമാണ്. അതെങ്ങനെയാണ് ആ ബ്രോക്കർ മനസ്സിലായത്? അയാൾ ഈ സ്ഥലക്കച്ചവടമായിട്ട് ഇഷ്ടം പോലെ സ്ഥലം കണ്ട ആളാണ്. പല സ്ഥലവും പല വീടും ഒക്കെ കണ്ടതാണ്. ചില സ്ഥലം കാണുമ്പോൾ ചിലരോട് പറയും വില കൂടുതലാ, എന്നാലും നിങ്ങളത് മേടിച്ചോ. അതെന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് അറിയാൻ പാടില്ലായിരിക്കും. പക്ഷെ അയാൾക്ക് ആ സ്ഥലം കണ്ടപ്പോൾ, ആ വീട് കണ്ടപ്പോൾ അയാൾക്ക് തോന്നി ഇത് മേടിക്കുന്നവന് ഇത് ഗുണമാകും. അത് ആ ഫീൽഡിൽ നിൽക്കുന്നവന് അത് മനസ്സിലായി. വാഹനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, ഒരു വാഹനം വിൽക്കാൻ ആഗ്രഹമില്ല, പക്ഷെ അയാൾ പുറകെ നടന്നു ചോദിച്ചുകൊണ്ടിരിക്കുവാണ്, വിൽക്കുന്നുണ്ടേ പറയണേ, വിൽക്കുന്നുണ്ടേ പറയണേ, അതെനിക്കേ തരാവുള്ളൂ, നിങ്ങൾ മറന്നു പോവല്ലേ. അല്ല, ഇതേ കളറുള്ള 100 വണ്ടിയുണ്ട് ഈ പഞ്ചായത്തിൽ, അയാൾക്ക് ആ വണ്ടി തന്നെ വേണം. വിൽക്കുന്നുണ്ടേ പറയണം, വിൽക്കുന്നുണ്ടേ പറയാം. അയാളോട് വേറൊരാൾ പറയുകയാണ്, ആ വണ്ടിക്ക് വില കൂട്ടി അയാൾ പറയുവാണെങ്കിലും കച്ചവടം ആക്കിക്കോളാൻ. ആ വാഹനത്തിൽ എന്തോ ഒരു നന്മയുണ്ടെന്നാണ് അയാൾക്കത് മനസ്സിലാകുന്നത്. ചില വാഹനം കാണാൻ വേണ്ടി ഒരാൾ പോയി, ഒരു വാഹനം കാണാൻ വേണ്ടി ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി. വേറൊരു വാഹനത്തിലാണ് പോയത്. അവിടെ ഇറങ്ങി ആ വാഹനം കണ്ടപ്പോഴേ പറഞ്ഞു, ഇത് മേടിക്കേണ്ട കേട്ടോ എന്ന്. അത് ഓടിച്ചു നോക്കിയില്ല, അതിൻ്റെ എൻജിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയില്ല, അതിൻ്റെ ആ വാഹനം എത്ര വർഷം പഴയതാണെന്ന് നോക്കിയില്ല, അത് ഒന്നും ചോദിച്ചില്ല. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ വണ്ടി കണ്ടപ്പോഴേ, ആ ഷെഡിൽ കിടക്കുന്ന കണ്ടപ്പോഴേ അയാൾ പറയാ, ഇതിന് കച്ചവടം, ഇത് ഉറപ്പിക്കേണ്ട കേട്ടോ, ഇത് മേടിക്കേണ്ട കേട്ടോ എന്ന്. നമുക്ക് ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു വചനത്തിൽ നിന്ന് ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇവർ അനുഗ്രഹിക്കപ്പെടുവോ, ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നന്മ കയറി വരാനുണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് നമുക്കൊരു ദർശനം പോലെ, അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരം നമ്മുടെ നാവിൽ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നത് തന്നെ ഇതിനു വേണ്ടി തന്നെ വന്നവരാണ്.
വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ വന്നവരല്ല. പ്രാർത്ഥിക്കാനും ദൈവവചനം കേൾക്കാനും പറ്റുവാണെങ്കിൽ ഒരു പ്രാർത്ഥന വ്യക്തിപരമായി സ്വീകരിക്കാനും വേണ്ടി തന്നെ വന്നതാണ്. അപ്പോൾ അത് നോർമൽ ബുദ്ധിയിൽ ഒരാൾ വരത്തില്ല, ഇത്രയും സമയം മാറ്റിവെക്കത്തില്ല. അതിൻ്റെ പിറകിൽ ഒരു ഒരു ദൈവീക പദ്ധതി ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് പോലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു ഉദാഹരണം പറയാം. ഇത് പറയാൻ മനസ്സിലാകാനാണ്. എന്നിലൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു കിണർ കുത്തണം, ഒരു കുഴൽ കിണർ തന്നെ കുത്തണം. അവിടെ അടുത്തുള്ളവരൊക്കെ പല കുഴൽ കിണറും കുത്തി വെള്ളമൊന്നും കിട്ടിയില്ല. നിങ്ങൾ കുഴൽ കിണർ കുത്താൻ ആഗ്രഹിക്കുമ്പോൾ ചുമ്മാ ഒരു സ്ഥലത്ത് കിണർ കുത്തത്തില്ല. പിന്നെയോ അതിന് സ്ഥാനം കാണുന്ന ചിലരിച്ചിരി ദൂരെയാണ്. അവരെ വണ്ടിക്കാശ് മുടക്കി അവർക്ക് ഭക്ഷണവും കൊടുത്ത് കാറയിലിരുത്തി വീട്ടിൽ കൊണ്ടുവിടും, ടീയും കൊടുക്കും. അതിനേക്കാൾ മിടുക്കന്മാർ ഈ പഞ്ചായത്തിലുണ്ട്. വലിയ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, PG കഴിഞ്ഞവരുണ്ട്. പക്ഷെ അവർക്ക് ഇത് കാണാൻ അറിയത്തില്ല. മണ്ണിനടി വെള്ളം ഉണ്ടോയെന്ന് അവർക്ക് പിടികിട്ടിയല്ല. അതിനങ്ങനെയുള്ള ആൾ തന്നെ വരണം. നമ്മൾ പലരോടും ചോദിക്കും, നിങ്ങളുടെ വീട്ടിന് കിണറിന് സ്ഥാനം കണ്ടതാരാ? അപ്പുറത്ത് അവിടെ ഒരു കിണർ കുത്തി നല്ല വെള്ളം ഉണ്ടായിരുന്നു, അതിന് സ്ഥാനം കണ്ടതാരാ? അത് ഇന്നയാളാ, അയാളുടെ നമ്പർ കിട്ടുമോ? ആ നമ്പർ കിട്ടും, നിങ്ങൾ വിളിച്ചു നോക്ക്, കിട്ടുമായിരിക്കും. ഉടനെ നമ്മൾ വിളിക്കുവാണ്, അവരെ ചെന്ന് കാണാൻ പോവാണ്, അവരെ വീട്ടിൽ വിളിച്ചോണ്ട് വരുവാണ്ട്. അവർ നമ്മുടെ പറമ്പിനകത്ത് നമ്മൾ കിണർ കുത്താൻ ഈ ഭാഗത്ത് ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ ആ പറമ്പിൽ കൂടെ ഇതിലെല്ലാം ഒരു കമ്പും ഒരു തേങ്ങയൊക്കെ പിടിച്ച് നടക്കും. കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഭൂമിക്കടിയിൽ കിടക്കുന്ന വെള്ളം ഇയാളെങ്ങനെയാണ് ഒരു കമ്പ് ഒരു തേങ്ങയൊക്കെ കൈപ്പിടിച്ച്, അല്ലെങ്കിൽ ഒരു മാല കൈപ്പിടിച്ച് കണ്ടുപിടിക്കുന്നത്? ഇത് 10, 150, 300 അടി താഴ്ച കിടക്കുന്ന വെള്ളം ഭൂമി മണ്ണിൻ്റെ മുകളിൽ ഇരുന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പക്ഷെ ആ ഫീൽഡിൽ നിൽക്കുന്നവന് പോയിന്റ് അറിയാം. എന്നിട്ട് ആ വ്യക്തി പറയും, നിങ്ങൾ ഈ സ്ഥലത്ത് കിണർ കുഴിച്ചു, ഇവിടെ വെള്ളം കിട്ടും. നമുക്ക് തോന്നും ഇയാൾക്ക് എങ്ങനെ നമ്മൾ അറിയുന്നത് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന വെള്ളം എങ്ങനെയായി തൂമ്പയ്ക്ക് പോലും കിളച്ച് നോക്കാതെ കണ്ടുപിടിച്ചത്? അത് ചിലർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അദ്ദേഹം മുകളിൽ നിന്നുകൊണ്ട് തന്നെ പറയും, ഇവിടെ വെള്ളമുണ്ട്, നിങ്ങളിവിടെ കുത്തിയിട്ട് കാര്യമില്ല, ഈ പറമ്പിൽ എവിടെയും വെള്ളമില്ല. അതെങ്ങനെ ഇയാൾ അറിഞ്ഞു? അത് അയാൾക്ക് കിട്ടിയ ആ വ്യക്തിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വാക്കിലും ദൈവത്തിൻ്റെ ശുശ്രൂഷയിലും അങ്ങനെ ദൈവം കുറേ പേരെ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമെന്ന് ഒരുറപ്പുമില്ല. പക്ഷെ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ ആ വ്യക്തി ഒരു അനുഗ്രഹം ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കാൻ തുടങ്ങും. ഇത് സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും അതിനുള്ള കഴിവില്ല. അതിന് ദൈവം കണ്ടവരും ദൈവം നിയോഗിച്ചവരുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് ദൈവീകമായ ഒരു നിയോഗം ഉള്ളത് കൊണ്ടാണ്. എല്ലാവരും ഇവിടെ വരത്തില്ല. ഇതിൻ്റെ വാതൊക്കെ കൂടെ 1000 വട്ടം പോയാലും ഇവിടെ കയറി വരണമെന്നില്ല. ഈ പഞ്ചായത്തിലുള്ള ആരും വരണമെന്നില്ല. ചിലപ്പോൾ 10 പേരെ വരുവുള്ളൂ, ചിലപ്പോൾ 100 പേരെ വരുവുള്ളൂ, ചിലപ്പോൾ 5 പേരായി അത് കുറയും, ചിലപ്പോൾ അത് 5000 പേരായി വർദ്ധിക്കും. പക്ഷേ ഇവിടെ വച്ച് ചിലർ അനുഗ്രഹം അനുഭവിക്കണമെന്ന് ദൈവപദ്ധതിയുള്ളവരൊക്കെ ഇവിടെ വന്ന് ആ അനുഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും വന്നിട്ട് കാര്യമില്ല. അവർ കാഴ്ചക്കാരെ പോലെ വരുന്നു, സാധാരണ പോലെ പോകും. വരുന്നൊരു വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ അതിൻ്റെ പിന്നിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഞാനിതെല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ്. പണ്ട് ഞാനിതൊന്നും വിശ്വസിക്കത്തില്ലായിരുന്നു. പണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാനും പാടില്ലായിരുന്നു. പക്ഷെ അനേകരുടെ അനുഭവങ്ങളും പിന്നെയുള്ള ജീവിതാനുഭവങ്ങളുടെ പാഠവും ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും പഠിച്ചതുമായ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് വരുന്നത്, ഏത് വിധത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ വ്യക്തിയിൽ ഒരു വിടുതൽ നടക്കുന്നത്, ആ വ്യക്തിക്ക് അത് വിടുതലായി മാറുന്നത്. ചില ആളുകൾ പറഞ്ഞു എനിക്കിത് ഒരിക്കലും സാധ്യമല്ല, ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ എന്ന്. പക്ഷെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും ആ വ്യക്തി കടൽ കടന്ന് ഒരു യാത്ര ചെയ്ത് മറ്റൊരു രാജ്യത്തിലെത്തുന്നത്. അയാളോട് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ തല താഴ്ത്തിയിട്ട് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചിരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ പറഞ്ഞത് കളിയാക്കിയാണോ ചിരിക്കുന്നത്. അവരെന്നെ കളിയാക്കി ചിരിച്ചതല്ല, ഇതൊന്നും ഈ അടുത്ത കാലത്തൊന്നും നടക്കുന്ന കാര്യമല്ല ഈ പുള്ളി പ്രാർത്ഥിച്ചിട്ട് പറയുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നും ഇതൊന്നും ജീവിതത്തിൽ
ഇതൊന്നും നടക്കുമൊന്നുമില്ല. നടക്കുവാണെങ്കിൽ പണ്ടേ നടന്നേനെ, ഇനി എവിടെ നടക്കാനാ? പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിച്ചു തരുക. പ്രാർത്ഥിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നത് ഇതൊന്നും സാധിക്കില്ലെന്നാണ്. സർവശക്തനായ ദൈവം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ആ വ്യക്തി മറ്റൊരു രാജ്യത്ത് ചെന്ന് ജീവിക്കുന്നതാണ്. ഇത് രണ്ടും നമ്മൾ കേൾക്കുമ്പോൾ ചിലർ ചിരി വരും. ഇയാൾ എന്ത് നോക്കിയിട്ടാ പറയുന്നത്? ഞങ്ങൾക്ക് 5 പൈസ എടുക്കാനില്ല, 1 രൂപയില്ല, കടത്തോട് കടവാണ്, ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നാ പറയുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ബുദ്ധി പറയുന്നത് കേട്ടിട്ടല്ല ഞാൻ പറയുന്നത്. ഈ വ്യക്തിയെക്കുറിച്ച് പ്രാർത്ഥിച്ചു ദൈവം എന്ത് പറയുന്നു അതാണ് പറയുന്നത്. ആമേൻ. അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കത്തേ ഉള്ളൂ, ഒന്നും മിണ്ടത്തില്ല. ചില ആളുകൾ എന്നോട് ഒന്നും പറഞ്ഞില്ലെന്ന് പറയും. എനിക്ക് കിട്ടാത്തിടത്തോളം കാലം ഒരക്ഷരം ഞാൻ മിണ്ടത്തില്ല, പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ പറയുള്ളൂ. കിട്ടിയെന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച കാര്യം ഞാനത് കൃത്യമായി പറഞ്ഞിരിക്കും. അത് പറയാതിരുന്നാൽ എനിക്ക് വിഷമമാണ്. അയാളുടെ അത് പറയാൻ പറ്റിയില്ലല്ലോ. അതൊന്ന് അയാൾ അങ്ങ് കടന്നു പോവുകയും ചെയ്തു. ഞാനിവിടെ നാളെ വിട്ടിട്ടുണ്ട്, അവിടെ പോയി നോക്കിയിട്ട് അദ്ദേഹം ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പറയണമെന്ന് തോന്നി പറഞ്ഞില്ല, പിന്നെ വിളിച്ചു വരുത്തി പറയേണ്ടി വന്നു. അത് ദൈവത്തിൻ്റെ ചില വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ അത് ആ വ്യക്തിയോട് പറയാൻ തോന്നും. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന വചനം നമുക്ക് ചിന്തിക്കേണ്ട വചനമാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. എനിക്കൊരു കാര്യം അഭിപ്രായപ്പെടാനുണ്ട്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സമയവും സൗകര്യവുമുള്ള മറ്റൊരു സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ വചനം ഒന്ന് ശ്രദ്ധിക്കണം. മിനിമം നിങ്ങളിത് നോക്കണം. ഇതൊക്കെ പുസ്തകത്തിനകത്ത് ഉണ്ടായിരുന്നോ എന്ന്, ഇത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. 1 സാമുവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട്. ദാവീദ് എന്ന് പറയണയാൾ ഒരു സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടി. അങ്ങനെ ഒരു അവസ്ഥ പുള്ളിക്ക് വന്നു. ഓടേണ്ട അവസ്ഥ, ജീവിക്കാൻ പറ്റത്തില്ല, പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഓടി രക്ഷപ്പെട്ട് അതുല്ലാം ഗുഹയിലെത്തി. മണ്ണിന്റെ പൊത്തിനകത്ത് കയറിയിരുന്നു. ഗുഹയ്ക്കകത്ത് നമ്മളൊക്കെ ചിലര് പേടിച്ചിരിക്കുന്നവരാണ്, ഭയപ്പെട്ടിരിക്കുന്നവരാണ്. ചിലരുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടുന്നവരാണ്. ദാവീദിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഓടി രക്ഷപ്പെട്ട് അതുല്ലാം ഗുഹയ്ക്കകത്ത് മണ്ണിന്റെ ഒരു പോത്തിനകത്ത് കയറിയിരിക്കുവാണ് അദ്ദേഹം. അവന്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് ഇത്രയും വലിയൊരു മനുഷ്യൻ ഇപ്പം മണ്ണിന്റെ ഒരു പൊത്തിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നത് കണ്ട് കുടുംബക്കാരൊക്കെ പുള്ളിയെ തേടി അവിടെ വന്നു. 2-ാമത്തെ വാക്യം. പീഡിതർ. ശ്രദ്ധിച്ചു കേട്ടോ, ഓരോ വാക്കുകളാണ്. പീഡിതർ, കടമുള്ളവർ, അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവന്റെ ചുറ്റും കൂടി. ആരൊക്കെയാണ് ദാവീദിന്റെ ചുറ്റും കൂടിയെന്ന് കേട്ടോ? ഞാൻ ഒന്നും കൂടെ വായിക്കാം. പീഡിതർ, വേദന അനുഭവിക്കുന്നവർ, മനോദുഃഖമുള്ളവർ, സങ്കടമുള്ളവർ, പ്രശ്നങ്ങളുള്ളവർ ആരുടെ അടുത്ത് വന്നുകൂടി? മണ്ണിന്റെ പൊത്തിനകത്തിരിക്കുന്ന ദാവീദിന്റെ അടുത്ത് വന്ന് നിൽക്കുവാണ് ഇപ്പം. അടുത്തത് കടമുള്ളവർ, കടബാധ്യതർ. അന്നത്തെ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു. കടമുള്ളവർ, സാമ്പത്തിക പ്രശ്നമുള്ളവർ, സാമ്പത്തികമായി ഭയങ്കര പ്രതിസന്ധി അനുഭവിക്കുന്നവർ എവിടെ വന്നുകൂടി? മണ്ണിന്റെ പൊത്തിനകത്ത് ദാവീദ് ഇരിക്കുന്ന സ്ഥലത്ത് വന്നുകൂടി ഇരിക്കുവാണ്. എന്തിനാണ് ഇവരെല്ലാം കൂടെ വന്നു കൂടിയത്? ദാവീദ് വേണേ പറയും, ഞാൻ തന്നെ ഒന്നാമത്തെ പ്രശ്നത്തിലാണ്. അപ്പം നിങ്ങൾ ഈ പ്രശ്നമുള്ളവരെല്ലാം കൂടെ വന്ന് ഇവിടെ കൂടിയിട്ട് എന്ത് കാര്യം? നമ്മളെപ്പോലെ ഞാനിങ്ങനെ കാണുവാണ്, ഇത് പ്രാർത്ഥനയുള്ളൊരു സ്ഥലമാണ്, ചെറിയ സ്ഥലമാണ്. പലരും സങ്കടമുള്ളവരും കടമുള്ളവരും പ്രയാസമുള്ളവരും പ്രാർത്ഥിക്കാൻ വന്നുകൂടുന്ന സ്ഥലം. ആമേൻ. ഇനി എന്തെങ്കിലും ഗുണമുണ്ടായെന്ന് ഞാൻ പറയാം. ഒന്നും കൂടെ വായിക്കുകയാണ്. പീഡിതർ, കടമുള്ളവർ, അസന്തുഷ്ടർ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷവും ഇല്ലാത്തവർ, ജീവിതത്തിൽ ചിരിക്കാൻ പോലും പറ്റാത്ത നിലയിൽ മനോദുഃഖം അനുഭവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ചിലർ ഇതിനകത്തുണ്ട്. ചിലർ പറയും, എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു ദിവസം സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പ്. ഒരു ദിവസം, ഒരു മാസമൊന്നും വേണ്ട, ഒറ്റ ദിവസം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും കഷ്ടതയുള്ളതാണ്. ആ 3 വാക്യങ്ങൾ നോക്കിയേ. പീഡിതർ, കടമുള്ളവർ, അസന്തുഷ്ടർ.
എന്നിങ്ങനെ പലരും അവന്റെ ചുറ്റും കൂടി. അവന്റെ ചുറ്റും വന്ന് കൂടി. വല്ല കാര്യമുണ്ടോ ഇങ്ങനെ വന്ന് ചുറ്റും കൂടിയിട്ട്? നമ്മൾ നോക്കിയിട്ട് പറയും കടമുള്ളവർ എന്തെങ്കിലും ബിസിനസ് നടത്തി കടം വീട്ടാൻ നോക്ക്. സന്തോഷമില്ലാത്തവർ വല്ല കൗൺസിലിങ്ങും പോട്ടെ, വല്ലോ സൈക്കാട്രിക് കൗൺസിലിങ്ങിന് പോട്ടെ, മെഡിസിൻ എടുക്കട്ടെ. ഇപ്പം ഈ മണ്ണിൻ്റെ പൊത്തിൽ ദാവീദ് വന്നിരിക്കുക, ദാവീദിൻ്റെ ചുറ്റും വന്ന് കൂടിയിരിക്കുവാണ് കടമുള്ളവരും പീഡിതരും അസന്തുഷ്ടരും. അങ്ങനെ അവൻ അവരുടെ എല്ലാം തലവനായി 400ഓളം പേർ അവനോടുകൂടെ അവിടെ ഉണ്ടായിരുന്നു. ഈ മണ്ണിനകത്ത് ഒളിച്ചിരിക്കുന്ന ദാവീദിന്റെ കൂടെ കടമുള്ളവരും പ്രശ്നമുള്ളവരും പ്രതിസന്ധിയുള്ളവരും മനോദുഃഖം അനുഭവി എത്ര പേരുണ്ടായിരുന്നു? 400 പേർ. 400 പേര് വന്നുകൂടി. ഇനി ഇവിടെ ഇരുന്ന ഇവരുടെ കടം മാറുമോ? ഇനി ഇവർ ഈ 400 പേർക്കും വല്ല ഗുണമുണ്ടായോ എന്ന് നിങ്ങൾ കേൾക്കുക. 1 ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഞാൻ വായിച്ചു കൊള്ളാം. 1 ദിനവൃത്താന്തം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. കിഷിന്റെ മകൻ സാവൂൾ നിമിത്തം സിക്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ, ആരൊളിച്ചു പാർക്കുമ്പോൾ? ദാവീദ് ഗുഹയ്ക്കകത്ത് ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ. അപ്പോൾ അവൻ്റെ കൂടെ കടവുള്ളവരും പ്രശ്നമുള്ളവരും വന്നു കൂടിയിട്ട് ഇപ്പോൾ അവർ ഏത് രൂപത്തിലായി? അവർ അനുഗ്രഹമുള്ള യോദ്ധാക്കളായി മാറി. അവർ ദൈവാനുഗ്രഹത്തിൽ അവർ നശിച്ചു പോയി എന്നല്ല, ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ അവർ വളരാൻ തുടങ്ങി. അടുത്ത വാക്യം എഴുതി, 2-ാമത്തെ വാക്യം. 2 കൈകൊണ്ടും കല്ലെറിയാനും അമ്പെയ്യാനും സമർത്ഥരായ ഈവിൽ. അപ്പോൾ ദാവീദിന്റെ കൂടെ വന്ന 400 പേര് ഏത് രൂപത്തിലായെന്നറിയോ? അവർ 2 കൈകൊണ്ട് എറിയാനും അമ്പെയ്യാനും കഴിവുള്ള സമർത്ഥരായി മാറി. നിങ്ങൾ എന്തിനോട് ചേർന്ന് നിൽക്കുന്നോ അത് നിങ്ങളുടെ ജീവിതത്തോട് ചേരാൻ തുടങ്ങും. അല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇത് വളരെ സത്യമാണ്. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും. താഴെ കിടക്കുന്നത് കല്ലാണ്, പക്ഷെ അതിനും കിട്ടും അതിൻ്റെ ഒരു നന്മ. മുല്ലപ്പൂമ്പൊടി, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവവചനമാണ് ചെവി കൂടെ കേൾക്കുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഇവിടെയൊന്നും വരണ്ടായിരുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെയല്ലേ കിട്ടിയത്, ഞങ്ങളോട് ഇങ്ങനെയല്ലേ പെരുമാറിയത്, ഞങ്ങൾക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിച്ചില്ലല്ലോ. നിങ്ങൾക്ക് 100 പരാതികൾ നിങ്ങൾക്ക് തോന്നും. എന്നാൽ ദാവീദിന്റെ അടുത്ത് വന്ന 400 പേരും സമർത്ഥരായി മാറി. ദാവീദ് എന്ന വ്യക്തിയുടെ അഭിഷേകത്തോട് പ്രാർത്ഥനയോട് ചേർന്ന് നിന്ന 400 പേരും സമർത്ഥരായി മാറി. പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്നല്ല, കഴിവില്ലാത്തവരായി മാറി എന്നല്ല, തകർന്നു പോയി എന്നല്ല. അവരെല്ലാം ചിലർ ആത്മഹത്യ ചെയ്തു എന്നല്ല എഴുതിയിരിക്കുന്നത്. അവർ 2 കൈകൊണ്ട് എറിയാനും അമ്പെയ്യാനും കഴിവുള്ള 400 പേർ സമർത്ഥരായി മാറി. നിങ്ങൾ എന്തിനോടാണ് ഇന്ന് ചേർന്ന് നിൽക്കുന്നത്? നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ നന്മ വന്നു ചേരാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റായ കൂട്ടുകെട്ടാണ് പ്രാർത്ഥിക്കണമെന്ന്. അല്ല, തെറ്റായ ഒരാളുടെ കൂട്ടുകൂടിയാൽ എന്താണ് നിങ്ങൾക്ക് പേടിക്കുന്നത്? നിങ്ങൾക്കറിയാം ആ വ്യക്തിയോട് കൂട്ടുകൂടി പോയാൽ എൻ്റെ മകനും മകളും മിക്കവാറും വഴി തെറ്റി പോകും. അതുകൊണ്ട് വീട്ടിൽ കിടന്ന് ഭയങ്കര വഴക്കാണ്. ആ കൂട്ടുകൂടാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ ചേർന്ന് നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ കൈവിട്ടു പോകുന്നു. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾ പറഞ്ഞത് ആ കൂട്ടുകെട്ട് വേണ്ട, ആ ബന്ധം വേണ്ട, നിങ്ങൾ നിന്ന പോലെ അത് വേണ്ട, ആ വ്യക്തി അത്ര അടുപ്പിക്കണ്ട. അതൊക്കെ വീട്ടിലിരുന്ന് അവർക്ക് തോന്നി, എൻ്റെ ജീവിത പങ്കാളി ഈ ബന്ധമായിട്ട് പോയാൽ എവിടെയേലും ചെന്ന് പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കുന്നു അവർക്ക് തോന്നി. നിങ്ങൾ പറയും അതിനിപ്പോൾ എന്താണ് തെറ്റ്? അതിനിപ്പോൾ ഞാൻ വലിയ തെറ്റ് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത്? എനിക്ക് മിണ്ടാൻ പാടില്ലേ, നോക്കാൻ പാടില്ലേ, ജീവിക്കാൻ പാടില്ലേ? വീട്ടിലിരിക്കുന്ന അവർക്ക് തോന്നി ഇതിലെന്തോ ഒരു പാകപ്പിഴ, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നിങ്ങൾ എന്തിനോടാണോ ചേർന്ന് നിൽക്കുന്നത്, പതുക്കെ പതുക്കെ ആ നന്മയാണേലും തിന്മ അത് ജീവിതത്തിൽ വരാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ ഒരു വ്യക്തി സ്ഥിരമായി കള്ളു കുടിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും
തെറ്റായ കൂട്ടുകെട്ട്, അവരോട് ചേർന്ന് നോക്കിക്കേ, നിങ്ങളും പതുക്കെ പതുക്കെ അങ്ങോട്ട് ആ നാശത്തിലേക്ക് പതുക്കെ അങ്ങ് പോകാൻ തുടങ്ങും. നിങ്ങൾ ദൈവീകമായ ഒരു കാര്യങ്ങളോട് അടുപ്പും പ്രാർത്ഥനയുള്ള ഒരാളായി നോക്കിയേ, നിങ്ങൾ പതുക്കെ ആ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. സത്യമാണത്. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ്, കാണുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. കാണുമ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നു, ഒരാൾ പാട്ടുപാടുന്നു, ഒരാൾ മൈക്കിലോട് വായിക്കുന്നു, ഇതെന്താ കുറേ കാര്യങ്ങൾ നടക്കുന്നു. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു കണ്ണുകളും കാണുന്നുണ്ടാവില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്, നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ കാണുന്നില്ലേലും ചില കാര്യങ്ങൾ പിറകിൽ നടന്നുകൊണ്ടായിരിക്കുന്നത്, ചില കാര്യങ്ങളിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടായിരിക്കുന്നത്. ബൈബിൾ പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ആര് പ്രവർത്തിച്ചോളും? ദൈവം നിനക്ക് വേണ്ടി. അല്ല, കാണുന്നില്ലല്ലോ ദൈവം പ്രവർത്തിക്കുന്നത്, കുറേ നാളായല്ലോ. ഉചിതമായ സമയത്ത് അത് അനുഗ്രഹമായി വെളിപ്പെട്ടു വരും. ഉചിതമായ സമയത്ത് അത് അനുഗ്രഹമായത് മാറും. ഒരിക്കൽ ഒരാൾ ഇവിടെ വന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചു, ആ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്, ആ വീടിൻ്റെ സാഹചര്യമാണ്, ഒരു കന്നുകാലിക്കൂട് പോലൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് അതുപോലൊരു സ്ഥലത്താണ്. ഞാൻ അവരോട് ചോദിച്ചു, വിറ്റുപോയി കൂടെ? അതിനിതൊക്കെ ആരെടുക്കാനാ? വിൽക്കാനൊന്നും പറ്റത്തില്ല, അതിന് ഒരു വിലയും കിട്ടത്തില്ല, വലിയ കാര്യമായ വിലയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ അവിടെ താമസിക്കുന്നു. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആ വ്യക്തിയുമായി സംസാരിച്ചു, വെറുതെ സംസാരിച്ചതാണ്. അപ്പോൾ ആ വ്യക്തി പറയുന്നു, ഞങ്ങൾ ഒരു ഹൈവേ റോഡിൻ്റെ അടുത്തുള്ള ഒരു 15 സെന്റ് സ്ഥലത്തോളം ഒരു വീട് കൂട്ടി മേടിച്ചു. ഞാൻ ചോദിച്ചു, അപ്പുറത്തെ സ്ഥലം വിറ്റോ? അത് വിറ്റിട്ടില്ല. അതെങ്ങനെ നടന്നു? വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കൊറോണയ്ക്ക് മുമ്പ്, ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പറഞ്ഞ ഒരു ദൈവീക സന്ദേശമാണ് ഇന്ന് അയാളുടെ ജീവിതത്തിൽ വന്നത്. അന്ന് അയാൾക്കൊരു വീടുണ്ടാകും, അയാൾക്കൊരു നല്ല ജീവിതത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ചിരിച്ചത് എന്നെ ഓർത്തല്ല, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് അന്നേരത്തന്നെ അയാൾക്ക് തോന്നിയത് കൊണ്ടാണ്. അത്ഭുതം തോന്നും ആ കുഴിയിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ. എനിക്കറിയാം, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കുന്ന എന്നെയേ കാണുന്നുള്ളൂ. ഈ മൈക്ക് കാണുന്നു, ഇവിടെയുള്ള ഈ ലൈറ്റൊക്കെ കത്തിക്കിടക്കുന്നത് കാണുന്നു, കുറേ മെഴുകുതിരി പൂക്കളൊക്കെ കാണുന്നു. പ്രവർത്തിക്കുന്ന ദൈവകരം ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിറകിൽ നിങ്ങൾ പ്രാർത്ഥിച്ച നിയോഗങ്ങളിൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുമ്പോൾ കാണാൻ കഴിയും ദൈവത്തിന്റെ കരം ചലിക്കുന്നത്, ദൈവത്തിന്റെ കരം നിങ്ങൾക്കായി അനങ്ങുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടെ, നിങ്ങളോട് പലരും പറയും, എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നത്, എന്തിനാണ് ഇങ്ങനെ ധ്യാനിക്കുന്നത്, ഇത് കുറേ ആയല്ലോ. നാളുകളിൽ ഇതൊക്കെ നമുക്ക് നന്മയായി മാറി വരും. അത് പലരും അത്ഭുതപ്പെടും. ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ടാ ഇന്ന് പല നന്മകളും നമ്മുടെ ജീവിതത്തിലുണ്ടായി. സത്യം പറഞ്ഞതാണ്. പലരും പറയുന്ന കേട്ട് നമ്മൾ അവിടെ അങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെയാണ്, നമ്മളതെല്ലാം കേട്ടോ, ഞാൻ ഇനി ഒരു 10 വർഷത്തേക്ക് ഒരു പള്ളിയിലും പോകുന്നില്ല, ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. ആർക്ക് പോയി? അവരവർക്ക് തന്നെയാണ് അതിൻ്റെ കോട്ടമുള്ളത്. അവർ പറയുന്നതല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പുറത്തെ ആൾ പറയുന്നത് കേട്ടല്ല ഞാൻ എൻ്റെ ദൈവത്തിൽ, എൻ്റെ മനസ്സിലൊരു പ്രചോദനം കിട്ടി, എനിക്ക് ഇന്നതുപോലെ പ്രാർത്ഥിക്കണം, ഇന്നതുപോലെ ദൈവത്തെ വിളിക്കണം. അത് നിന്റെ അനുഗ്രഹത്തിൻ്റെ കാരണമാകാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ ഈ വചനം വായിച്ചപ്പോൾ പല പ്രാവശ്യവും ആവർത്തിച്ചു ഞാനിത് കേട്ടിരുന്നു. ദാവീദ് ഒരു മണ്ണിൻ്റെ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോൾ 400 പേര് വന്നുകൂടി. 400 പേരും ഒരു ഗതിക്ക് പരഗതിയില്ലാത്ത ആളുകൾ, കടവുള്ളവർ, അസന്തുഷ്ടർ, പിന്നെയോ സ്വസ്ഥതയില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, പ്രശ്നത്തിലുള്ളവർ, മനോദുഃഖം അനുഭവിക്കുന്നവർ, എല്ലാ തരത്തിലും തകർന്നവർ. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ ആ 400 പേരും എവിടെ എത്തി? 2 കൈകൾ കൊണ്ട് എറിയാൻ കഴിവുള്ളവരും, അന്നത്തെ കാലത്ത് 2 കൈകൾ കൊണ്ടും വില്ല് ചെയ്യാൻ, അമ്പ് ചെയ്യാൻ കഴിവുള്ളവരുമായി പ്രസിദ്ധരും ശക്തരും സമർത്ഥരുമായി മാറി. ഇതുപോലെ ചേർന്ന് നിന്നവർ സമർത്ഥരായി മാറി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ള ഒരവസ്ഥയിലേക്ക് അവർ കയറി വരാൻ തുടങ്ങി. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാമോ?
എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഞങ്ങളും ഇവിടെ വന്നു കൂടിയവരാണ്. ഞങ്ങൾ ആര് സന്തോഷത്തിൽ അങ്ങനെ നിൽക്കണവരൊന്നുമല്ല. ഒരുപാട് ദുഃഖമുണ്ട്, കടവുണ്ട്, മക്കളുടെ ഭാവി ഒന്നും എവിടെ എത്തിയിട്ടില്ല, ഒരു വീട് സ്ഥലവും പോലും ഇല്ല, വീട്ടിലാണ് ഒരു സമാധാനമില്ല. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവത്തിന്റെ വചനത്തോട് ചേർന്നാണ്, ദൈവത്തിന്റെ ശക്തിയോട് ചേർന്നാണ്. നിങ്ങൾ കാണുന്നില്ലെങ്കിലും ചില പ്രവൃത്തികൾ ദൈവം ആരംഭിച്ചു കഴിഞ്ഞു. ചില നന്മകൾ അവിടെ സംഭവിക്കാൻ തുടങ്ങി. നിങ്ങൾ ചിന്തിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിച്ചു തരുന്ന ഒരു സന്ദേശമായിരിക്കും, മക്കൾ അനുഗ്രഹിക്കപ്പെടും കേട്ടോന്ന്. അയ്യോ, അതിന് എത്ര വർഷം കഴിയണം? ചിലത് ചില വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും നടക്കുന്നത്, ചിലത് അടുത്ത മാസമായിരിക്കും നടക്കുന്നത്, ചിലത് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷെ നിന്റെ തലയ്ക്ക് മുകളിൽ നീ അനുഗ്രഹിക്കപ്പെടുന്ന വാഗ്ദാനം കിടപ്പുണ്ട്. നിന്റെ തലയ്ക്ക് മുകളിൽ നിന്റെ കുടുംബം രക്ഷപ്പെടുമെന്ന ഒരു ദൈവിക വാഗ്ദാനം കിടപ്പുണ്ട്. അതാണ് പ്രാർത്ഥിക്കുന്നവൻ പറയുന്നത്, നീ രക്ഷപ്പെടും, നിനക്ക് ഭാവിയുണ്ട്, നിന്റെ കുടുംബത്തിലെ ഇന്നത്തെ ദാരിദ്ര്യമൊക്കെ മാറിപ്പോകുന്നേ, നിന്റെ പ്രയാസങ്ങൾ മാറൂന്ന്. ഇയാൾ എങ്ങനെയാ അറിഞ്ഞത്? ഇയാൾ അറിഞ്ഞത് എങ്ങനെയാ? അയാൾ ദൈവത്തിൽ നിൽക്കുന്നവനാ. അദ്ദേഹം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കാണിച്ചു കൊടുത്തതാ അദ്ദേഹം വാക്കിലൂടെ പറഞ്ഞത്. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ. ദാവീദിന്റെ കൂടെ നിന്നവർ പ്രസിദ്ധരായി, നല്ല ശക്തരായി, അവർ സമർത്ഥരായി, അവർ പലരുടെയും മുമ്പിൽ കയറി വന്നു. അയ്യോ, എന്നാ പഴയ അവസ്ഥയോ? ദാരിദ്ര്യമുള്ളത്, സങ്കടമുള്ളത്, അസന്തുഷ്ടർ, കടബാധ്യതർ, ഒരു ഗതി നമ്മുടെ സാധാരണ മലയാള ഭാഷയിൽ പറയില്ലേ, ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്തൊരവസ്ഥയാണ്, ജീവിക്കാൻ ഒരു വഴിയില്ല, എങ്ങനെ മുന്നോട്ട് നീങ്ങും? നിങ്ങളിപ്പോൾ ചേർന്ന് നിൽക്കുന്നത് ദൈവത്തോടാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഏതെങ്കിലും കഥപുസ്തകത്തിലെ രസകഥകളിലെ ചില പ്രസക്ത ഭാഗങ്ങൾ അല്ല കുഞ്ഞെ കേട്ടത്. ജീവന്റെ പുസ്തകത്തിലെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഒരു പുള്ളിക്കോ മാറ്റം വരത്തില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്കുകളാണ് നിന്റെ ചെവികളിൽ ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് അറിയാൻ പറ്റും. ചിലരുടെ ജീവിതത്തിൽ അത് പ്രത്യാശയായി മാറുന്നു, ചിലരുടെ ജീവിതത്തിൽ അത് മാനസാന്തരമായി മാറുന്നു, ചിലർക്കത് അത്ഭുത വിടുതലായി മാറുന്നു, ചിലർക്കത് നന്മയായി വെളിപ്പെടുന്നു, ചിലരുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തെളിഞ്ഞു വരുന്നു, ചിലരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ അത് സാഹചര്യങ്ങളായി മാറുന്നു, ചിലർക്കത് സൗഖ്യമായി മാറുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ഞാൻ പറഞ്ഞ വാക്ക് മറക്കരുത്. വേർഡ് ഓഫ് ഗോഡ് ഗീവ്സ് ബർത്ത്. ദൈവത്തിന്റെ വചനം ജന്മം കൊടുക്കും അത്ഭുതങ്ങൾക്ക്. വേർഡ് ഓഫ് ഗോഡ് ഗീവ്സ് ബർത്ത് ടു മിറക്കിൾസ്. അത്ഭുതങ്ങൾക്ക് ജന്മം കൊടുക്കും. വേർഡ് ഓഫ് ഗോഡ് ഗീവ്സ് ബർത്ത് ടു ഹീലിംഗ്സ്. സൗഖ്യത്തിന് ജന്മം കൊടുക്കും, വിടുതലുകൾക്ക് ജന്മം കൊടുക്കും. വേർഡ് ഓഫ് ഗോഡ് ഗീവ്സ് ബർത്ത് ടു ഡെലിവറൻസ്. അത്ഭുത വിടുതലുകൾക്ക് ജന്മം കൊടുക്കുന്നത് ദൈവത്തിന്റെ ശക്തിയുള്ള വചനമാണ്. വിശ്വസിക്കുന്നു. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ ഒരു കാര്യത്തെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഈ വിഷയത്തെ ഒന്ന് പ്രാർത്ഥിക്കാമോ? എനിക്കറിയാം, നിലത്തിരിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ചിലപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നു കൊണ്ടുക, നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക. ഒരു നിമിഷം കണ്ണുകളടച്ചേ. ദാവീദ് ഒരു സ്ഥലത്ത് മണ്ണിൻ്റെ ഗുഹയിൽ, അദുല്ല ഗുഹയിൽ ഇരിക്കുമ്പോൾ ദാവീദിൻ്റെ അടുത്ത് 400 പേര് വന്നു. നമ്മൾ ഇതുപോലെയാ, പ്രാർത്ഥനയുള്ള സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയവരാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിൽക്കുന്നവരാണ്, ഒരു മനസ്സോടെ നിൽക്കുന്നവരാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒരു വിടുതലിനു വേണ്ടിയാണ്. ഒരു എനിക്ക് മാത്രം ഒരു അനുഗ്രഹം കിട്ടണമെന്നല്ല. ഇവിടെ ആരൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നുവോ, ആരുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുവോ, അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഈ വചനം ഓൺലൈനിലൂടെ കാണുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ ഇന്നായിരിക്കും ഇത് ശ്രദ്ധിക്കുന്നത്, 10 മാസം കഴിഞ്ഞായിരിക്കും ഇത് ശ്രദ്ധിക്കുന്നത്, ചിലപ്പോൾ നാളെ 8:30 മണിക്കായിരിക്കും ഇത് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്ന സമയം മുതൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ പറമ്പിൽ നമുക്കൊരു സ്ഥലം കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഇരിക്കട്ടെ. അവിടെയാണെങ്കിൽ കുറേ മരങ്ങളും കുറേ പാറയൊക്കെ കല്ലൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ഹിറ്റാച്ചിയോ ഒരു JCBയോ വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് നമ്മൾ പറയും, എനിക്ക് ഇത്രയും സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്ത് തരണം, കൃഷി ചെയ്യാനാന്ന് പറയുമ്പോൾ JCB ഓടിക്കുന്ന മനുഷ്യൻ
ആ JCBയുടെ വലിയ ബലമുള്ള കൈകൾ കൊണ്ട് ആ മരങ്ങളെ ഇടിച്ച് താഴോട്ടിടും. കല്ലിനെ ഇളക്കി സൈഡിലേക്ക് തള്ളി ആ സ്ഥലം കൃഷിക്ക് യോജിച്ചതായി മാറും. ഇതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നിൽ നടാൻ വേണ്ടി നിന്നിലുള്ള ചില കാര്യങ്ങളെ ദൈവത്തിൻ്റെ വലിയ കരം മാറ്റാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിൽ അത് വിടുതൽ കൊണ്ടുവരാൻ തുടങ്ങും. എന്നാൽ ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വരുമ്പോൾ നീ ഒരു ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ വളരാൻ പറ്റുന്ന ഒരാളായി രൂപാന്തരപ്പെടാൻ തുടങ്ങും. ദൈവത്തിന്റെ കൃപയിൽ വളരാൻ തുടങ്ങും. 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ച്, കർത്താവേ, ഞങ്ങൾ ഇത്രയും ആളുകളുണ്ട്, ഇതിൽ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടാൽ പോരാ, ഇതിൽ 5 പേർക്ക് സാക്ഷ്യം കിട്ടിയാൽ പോരാ, ഇതിൽ ഇത്രയും പേരുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം. ദാവീദ് അദുല്ലാം ഗുഹയിൽ ഇരുന്നപ്പോൾ 400 പേര് അവിടെ വന്നിട്ട് 4 പേരല്ല അതിനോട് ചേർന്ന് നിന്നിട്ട് അനുഗ്രഹിക്കപ്പെട്ടത്. 400 പേരും അനുഗ്രഹിക്കപ്പെട്ടു. 400 പേരും സമർത്ഥരായി മാറി. ഈ അനുഗ്രഹ ആലയത്തിൽ ദൈവവചനം നിയോഗത്തോടെ കേൾക്കുന്ന നിങ്ങൾ ഒരു വ്യക്തിയല്ല, ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടാ പോരാ, 1000-ൽ 1 കുടുംബം രക്ഷപ്പെട്ടാ പോരാ, ഇത്രയും കുടുംബങ്ങളിൽ വിടുതലായി അത് മാറണം. ദൈവത്തിന്റെ അത്ഭുത ശക്തിയായി ഇത് മാറണം. ദൈവത്തിന്റെ അത്ഭുത ഇടപെടൽ ഇവിടെ നടക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു ഉയർന്ന സ്ഥലങ്ങളിൽ എത്താൻ കഴിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ ഉണ്ടാകാൻ തുടങ്ങണം. എന്തിനോട് ചേർന്ന് നിൽക്കുന്നു അതെന്റെ ജീവിതത്തോട് ചേരാൻ തുടങ്ങും. എന്തിനോട് ഞാൻ അടുക്കുന്നു അതെന്നോട് അടുക്കാൻ തുടങ്ങും. എന്തിനെ ഞാൻ ആത്മാർത്ഥമായി കാണുന്നു അതെന്റെ ഭാഗമാകാൻ തുടങ്ങും. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു, നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഒന്ന് കരമടിച്ച് പാടാമോ? എല്ലാവരും ചേർന്ന് പാടാമോ? ദൈവം കരുതും വഴികളെ ഓർത്താ, ദൈവം ഒരുക്കും നന്മകളോർത്താ, ദൈവം കരുതും വഴികളെ ഓർത്താ, ദൈവം ഒരുക്കും നന്മകളോർത്താ. നന്ദിയോടെ പാടിടും ഞാൻ, എന്നുമെന്നും സ്തുതിച്ചിടും. ശബ്ദമുയർത്തി പാടാവോ? നന്ദിയോടെ പാടിടും ഞാൻ, എന്നുമെന്നും സ്തുതിച്ചിടും ഞാൻ. ദൈവം കരുതും വഴികളെ ഓർത്താ, ദൈവം ഒരുക്കും നന്മകളോർത്തമറിഞ്ഞു പാടിയേ. ദൈവം കരുതും വഴികളെ ഓർത്താ, ദൈവം ഒരുക്കും നന്മകളോർത്താ. നന്ദിയോടെ പാടിടും ഞാൻ, എന്നുമെന്നും സ്തുതിച്ചിടും ഞാൻ. നന്ദിയോടെ പാടിടും ഞാൻ, എന്നുമെന്നും പുകഴ്ത്തിടും ഞാൻ. എല്ലാവരും ചേർന്ന് ശക്തമായി കരമടിച്ച് എല്ലാവരും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ രക്ഷയെ നൽകിയതോർത്താ, നിത്യശിക്ഷയെ മാറ്റിയതോന്ന് പറഞ്ഞേ. ആത്മരക്ഷയെ നൽകിയതോർത്താ, നിത്യശിക്ഷയെ മാറ്റിയതോർത്താ. എന്തു ചെയ്യും? സത്യസാക്ഷിയായിടും ഞാൻ, സത്യപാത കാട്ടിടും ഞാൻ. സത്യസാക്ഷിയായിടും ഞാൻ, സത്യപാത കാട്ടിടും. കരങ്ങൾ ഉയർത്തി അടിച്ചെന്ന് പാടാമോ? ദൈവം കരുതും വഴികളെ ഓർത്താ, ദൈവം ഒരുക്കും നന്മകളോർത്താ. പാടിയേ. ദൈവം കരുതും വഴികളെ ഓർത്താ, ദൈവം ഒരുക്കും നന്മകളോർത്താ. നന്ദിയോടെ പാടിടും ഞാൻ, എന്നുമെന്നും സ്തുതിച്ചിടും. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദി പറയുന്നു. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഞാനൊരു 400ന്റെ കണക്കാ പറഞ്ഞത്. 400 പേര്
ആ നാട്ടിൽ കുറേ ആളുകളും പ്രശ്നത്തിനും പ്രതിസന്ധിയിലും ഉണ്ടായിരുന്നു. അവരാരും ആ പരിസരത്തേക്ക് പോലും വന്നില്ല. എന്നാൽ ദാവീദ് അദുല്ലാം ഗുഹയിലിരിക്കുമ്പോഴും ദാവീദിൻ്റെ ആ അനുഗ്രഹത്തോടടുത്ത് വന്ന 400 പേരും തകർന്നുവെന്നോ നശിച്ചുവെന്നോ ഒന്നും അല്ലാതായെന്നോ അല്ല എഴുതിയിരിക്കുന്നേ. അവർ പ്രസിദ്ധരായെന്നും അവർ സമർത്ഥരായെന്നും അവർ വില്ലാളി വീരന്മാരായി അറിയപ്പെട്ടു എന്നും എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആലയവും നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ചെറിയൊരു സ്ഥലമായിരിക്കും. കുറച്ചാളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമെന്ന് തോന്നും. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അനേകർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അനേകർ സൗഖ്യം അനുഭവിച്ചിട്ടുണ്ട്. അനേകർ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. അനേകരുടെ ഡിപ്രഷൻ മാറിയിട്ടുണ്ട്. ഡിപ്രഷൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ അവര് ആ വചനത്തിൽ തന്നെ അവർക്ക് സ്വന്തം മനസ്സിലായി സൗഖ്യമായ അവസ്ഥയിലായെന്ന്. ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ ഇടപെടലാണ്. ഇത് നിങ്ങളിലും സംഭവിക്കും. ഇത് ദാവീദിന്റെ കൂടെ നിന്നവർക്ക് മാത്രം കിട്ടിയ അനുഗ്രഹമാണെന്ന് ചിന്തിക്കരുത്. ഇന്നും അനുഗ്രഹത്തിൽ നിൽക്കുന്ന ഒരാളുടെ കൂടെ നിൽക്കുന്നതും അനുഗ്രഹമുള്ള ഒരു സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ഭവനത്തിനകത്തൊരു അനുഗ്രഹമായത് മാറും. അതെനിക്ക് സത്യമാണ്. പലരും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടൊക്കെ അവർ പ്രാർത്ഥനയൊക്കെ നിർത്തും. അവർ പ്രാർത്ഥനയും പോകുന്നതൊക്കെ നിർത്തും. എന്നങ്ങനെ വെച്ച് നിർത്തും. അവരെ കുറിച്ചല്ല. ആ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാതിരിക്കില്ല. അവരൊരു സാക്ഷ്യം പറയാതിരിക്കില്ല. അവരൊരു സാക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തി പറയാതിരിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. പ്രശ്നത്തിന് മാറിപ്പോകാതിരിക്കാൻ പറ്റത്തില്ല. ആ രോഗത്തിന് സൗഖ്യമാകാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രത്യേകത. ദൈവത്തെ വിളിക്കുന്നവന്റെ മുമ്പിൽ വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് പോയേ പറ്റൂ. പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പോയേ പറ്റൂ. അവിടെ നിൽക്കാൻ പറ്റില്ല. പോയേ പറ്റൂ. ദൈവത്തിന്റെ അനുഗ്രഹം വരുമ്പോൾ, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് മാറിപ്പോയേ പറ്റുള്ളൂ. ആ കേസ് ഇടപാടുകളൊക്കെ 4 വഴിക്ക് മാറിയേ പറ്റുള്ളൂ. കാരണം ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ ശക്തിയിലാണ്, ദൈവത്തിന്റെ വചനത്തിലാണ്, ദൈവത്തിന്റെ ആത്മാവിലാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഒന്നിരിക്കാം. നമ്മളിപ്പോൾ വീണ്ടും ഒരു വചനം കേൾക്കുകയാണ്. ഈ വചനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സത്യമാണ്. വേർഡ് ഓഫ് ഗോഡ് ഗീവ്സ് ബർത്ത് ടു മിറക്കിൾസ്, ഗീവ്സ് ബർത്ത് ടു ഹീലിങ്സ്, ഗീവ്സ് ബർത്ത് ടു ഡെലിവറൻസ് എന്നൊക്കെ പറയും. അതായത് ദൈവവചനം ജന്മം കൊടുക്കും ഒരനുഗ്രഹത്തിന്. ദൈവവചനം വിശ്വാസത്തിൽ എടുക്കുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതം ജനിക്കും, ഉണ്ടായി വരും. അവൻ്റെ ജീവിതത്തിൽ വഴികൾ തെളിഞ്ഞു വരും. അവൻ്റെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാവും. ചരിത്രം തന്നെ മാറിപ്പോവും. 2 കാലം പോലെ നമ്മൾ പറയും, പണ്ട് അവരെങ്ങനെ കിടന്ന കുടുംബമായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, പിള്ളേരൊക്കെ മിടുക്കരായി. അതുമാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പിള്ളേർ ആ രാജ്യത്ത് പോയി വീട് വെച്ചു, ഇതൊക്കെ അവർ കണ്ടിട്ടുള്ളൂ. ഇതിനിടയിൽ കണ്ണുനീരോടെ കരഞ്ഞ ദിവസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട്, മാസങ്ങളുണ്ട്. ഇതാരും കണ്ടിട്ടില്ല, ഇതാരും ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ പലരും കളിയാക്കുമായിരുന്നു, പലരും അതിനെ കുറ്റം പറയുമായിരുന്നു. പക്ഷേ കുറേ കളിയാക്കലൊക്കെ കിട്ടിയാലും, കുറേ പേര് നമ്മളെക്കുറിച്ച് അതും ഇതുമൊക്കെ പറഞ്ഞു കൂട്ടിയാലും ആത്യന്തികമായ വിജയം പ്രാർത്ഥിക്കുന്നവന് തന്നെയാണ്. അതിന് കുറേ പേരിങ്ങനെ കുശുമ്പ് കൂടും, അത് കാര്യമില്ല. അതവൻ പ്രാർത്ഥിച്ചു നേടിയെടുത്തതാ. അതിനെ നോക്കിയിട്ട് കുശുമ്പ് വെച്ചിട്ട് കാര്യമില്ല. കാരണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തതാണത്, സ്വീകരിച്ചെടുത്തത്. അത് അവനിൽ വാഴും, അതിലവൻ വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഒരു വചനം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതേ പ്ലാറ്റ്ഫോമിൽ, ഇതേ ആ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വചനം പ്രസംഗിച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: പിശാചബാധിതനെ സുഖപ്പെടുത്തുന്നു. ആരെയാണ് സുഖപ്പെടുത്തിയത്?
ആള് ബന്ധനത്തിൽ കഴിയുന്ന ഒരാളാണ്. ആ വ്യക്തിയെ പരിപൂർണമായി വിടുവിച്ചൊരു ദൈവമുണ്ട്. ആമേൻ. ചിലർ പറയില്ലേ, എൻ്റെ ഓരോ സ്റ്റെപ്പിലും ബന്ധനമാണ്, ഒരു ചുവട് എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. സാരമില്ല, ദൈവം നിന്നെ ഇന്നായിരിക്കും വിടുവിച്ചെടുക്കുന്നത്. ഇന്നായിരിക്കും നിനക്ക് ആ നന്മ അനുഭവിക്കാൻ പറ്റുന്നത്. ആമേൻ. പിശാചു ബാധിതനെ ഞാൻ എഴുതി 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാമോ? അവർ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ ഒരു സ്ഥലത്ത്, കടലിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഗരസേനരുടെ നാട്ടിലെത്തി. ആ നാട്ടിലോട്ട് ചെന്ന് ഇറങ്ങി. ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്ന പോലെ, വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന പോലെ ചെന്ന് അവിടെ ഇറങ്ങി. 2-ാമത്തെ വാക്യം, അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ, വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോൾ അവിടെ ആര് വന്നു? അശുദ്ധ. ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരാൾ, ശവകുടീരങ്ങൾക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അങ്ങനെ കാണും, ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ എവിടുന്നാ വന്നത്? വീട്ടിൽ നിന്നല്ല വന്നത്, ടൗണിൽ നിന്നല്ല വന്നത്, അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി വന്നതല്ല, ഹോട്ടലിൽ നിന്നല്ല ഇറങ്ങി വന്നത്, സിമിത്തേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. നമ്മളാരും സിമിത്തേരി എന്ന് പറയുന്ന സ്ഥലം തന്നെ ജീവനുള്ളവർ പോയി കിടക്കുന്ന സ്ഥലമല്ല. പിന്നെയോ മരിച്ചവരെ അടക്കം ചെയ്യുന്ന സ്ഥലമാണ് സിമിത്തേരി. ഒറ്റയ്ക്ക് പോകാൻ പലർക്കും പേടിയുള്ള ഒരു സാഹചര്യമാണ്. പലർക്കും പേടിയുണ്ട് ഒറ്റയ്ക്ക് പോകാൻ, ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ. 2-3 പേരുണ്ടെങ്കിലൊക്കെ പോകത്തുള്ളൂ. സിമിത്തേരി ഒരു പ്രത്യേക ഒരു ശാന്തതയും ഒരു പ്രത്യേക നിശബ്ദതയുണ്ട്. അവിടെ എല്ലാവർക്കും ഒരു ദുഃഖമയമുണ്ട്. മനുഷ്യർക്ക് എല്ലാത്തിനും നമുക്കൊരു ദുഃഖം തോന്നും. പുള്ളി മരിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി ജീവിക്കുന്ന ഇപ്പോൾ എവിടെയാ? സിമിത്തേരി പോയി ജീവിക്കുക. ആ മനുഷ്യൻ എന്തേരെ തകർന്നു. എൻ്റെയോ നിങ്ങളുടെയോ പരിചയത്തിൽ ഒരാൾ പോലും ജീവനുള്ളപ്പോൾ തന്നെ സിമിത്തേരി പോയി കിടക്കുന്നത് കണ്ടിട്ടില്ല. എൻ്റെ പരിചയത്തിൽ ആരുമില്ല. എൻ്റെ ഓർമ്മയിൽ പോലും അങ്ങനെ ഒരാളെ എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും തകർന്നു പോയ ഒരുത്തൻ എവിടെയാണ്? സിമിത്തേരിയിൽ നിന്ന് വേഗം വന്നിരിക്കുകയാണ്. എതിരെ വന്നു. 3-ാമത്തെ അത് ഞാൻ ഇതിനകത്തൊരു കാര്യം കണ്ടു, ഒന്ന് ശ്രദ്ധിക്കാമോ? കല്യാണം കഴിച്ച് ഒരു നല്ല ഭർത്താവായി ജീവിക്കേണ്ടവൻ ഇപ്പൊ കിടക്കുന്നത് എവിടെയാണ്? സിമിത്തേരിയിലാണ്. പലരും അങ്ങനാണ്. നല്ലൊരു ഭർത്താവായി ജീവിക്കേണ്ട ആള് ഇപ്പൊ കള്ളും കുടിച്ച് തോന്നിവാസമാണ് ജീവിക്കുന്നത്. നല്ലൊരു കുടുംബനാഥനായി, പിള്ളേർക്ക് അപ്പനായി, ഭാര്യയ്ക്ക് ഭർത്താവായി ഇരിക്കേണ്ട ആൾ ഇന്ന് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നല്ലൊരു ജീവിക്കേണ്ട ആള് ഇന്ന് തകർന്ന അവസ്ഥയിലാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇതാ പ്രാർത്ഥിക്കും, ദൈവമേ ഈ മനുഷ്യനൊരു തിരിച്ചറിവ് കൊടുത്തായിരുന്നെങ്കിൽ, ഇയാൾക്ക് നല്ലൊരു ബോധ്യം കൊടുത്തായിരുന്നെങ്കിൽ, ഈ വ്യക്തിക്കൊരു നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു ശുശ്രൂഷകനാകേണ്ടവൻ, വീടിൻ്റെ അനുഗ്രഹമാകേണ്ടവൻ, ഒരാൾക്ക് ഭർത്താവാകേണ്ട ആള്, നല്ല ആങ്ങളയാകേണ്ട ആള്, നല്ലൊരു ശുശ്രൂഷകനാകേണ്ട ആള് ഇപ്പോൾ ഭ്രാന്തനെ പോലെ ഏതോ ഒരു സിമിത്തേരി കിടക്കുക. രാവിലെ അവിടെ കിടന്ന് ഉറക്കോ എല്ലാം തകർന്ന് തരിപ്പണമായ ഒരാൾ. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ആമേൻ. ദൈവത്തിന്റെ കരം അവന് ചലിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ചരിത്രം തന്നെ മാറിപ്പോയി. ആമേൻ. ഹല്ലേലൂയ. 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 അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത കാര്യം വായിക്കുകയാണ്. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ, താമസിച്ചിരുന്ന. അപ്പൊ പുള്ളി അവിടെയാണ് കിടപ്പും ഉറക്കവും, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി എല്ലാം അവിടെയാണ്. വീട്ടിലല്ല താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ ഓരോ വീട്ടിൽ നിന്നാണ് വന്നത്. വാടകയ്ക്കെങ്കിലും താമസിക്കാൻ നമുക്ക് വീടുണ്ട്, ഒരു കടമുറിയേലും ഉണ്ട് നമുക്ക് താമസിക്കാൻ. പക്ഷെ ഈ മനുഷ്യൻ സിമിത്തേരിയിലാണ് താമസിക്കുന്നത്. ഇതൊരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച മനസ്സുള്ളവരുണ്ട്. ഇവിടെ ഇരിപ്പുണ്ടാവും ഒരാളെങ്കിലും, കാണുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവരുടെ മനസ്സൊക്കെ പണ്ടേ ചത്തതാണ്. അവരങ്ങനെ ജീവിച്ച്, നമ്മൾ പറയില്ലേ, ഒരു വാക്ക് പറയില്ലേ, ചത്തതിനൊക്കുമേ. അങ്ങനെയുള്ള ആളുകളുണ്ട്. ജീവനൊക്കെ ഉണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നൊക്കെ ഉണ്ട്, നടക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ മനസ്സ് മരിച്ചു പോയതാണ്, മനസ്സ് ചത്തുപോയതാണ്.
അങ്ങനെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കാണും, ജീവനുണ്ട് പക്ഷെ മരിച്ചതുപോലെയാണ്. ചില സമയത്ത് പ്രാർത്ഥിക്കും മരിച്ചങ്ങ് പോയിരുന്നെങ്കിൽ, ചില സമയത്ത് ആഗ്രഹിക്കും ദൈവമേ ചത്തുപോയിരുന്നെങ്കിൽ, ജീവിക്കണ്ട, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം എന്ന് ചിന്തിക്കും. ജീവനുള്ളപ്പോൾ തന്നെ മരിച്ച മനസ്സുള്ളവർ, മരിച്ച ചിന്തകളുള്ളവർ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയുള്ള ജീവിതങ്ങളിൽ ദൈവം ഇടപെടുന്ന ഒരു പകലാണിത്, ഒരു ദൈവം ഇടപെടുന്ന ഒരു 11:05 ദൈവം ഇടപെടുന്ന ഒരു ഉച്ച സമയമാണിത്, ദൈവം ഇടപെടുന്ന ഒരു മധ്യാഹ്നമാണിത്, ദൈവം ഇടപെടുന്ന സമയം. വാക്യം അടുത്തത്, അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ കയ്യേലും കാതിലും ഒക്കെ, കയ്യേലും കാലിലും ഒക്കെ എന്തുണ്ടെന്നറിയോ? ചെങ്ങല എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എൻ്റെ ഒരു കാര്യം, ഈ മനുഷ്യൻ എന്തിനാ കയ്യേല് ചെങ്ങല ഇട്ടിരിക്കുന്നേ? ചെങ്ങല എന്താ ഇയാൾ വരാൻ കാരണം? ഇയാൾ ഒരു ഭ്രാന്തനാണ്, ചെങ്ങലയൊക്കെ ഇട്ടാ നടക്കുന്നത്, ചെങ്ങല കാലയിലും കയ്യേലും. ഞാൻ എൻ്റെ ഒരു ഭാവന പറയുവാണ്, ഈ പിശാചിനറിയാം ഇവൻ്റെ കൈകളെ ചെങ്ങലക്കിട്ടില്ലെങ്കിൽ ഇവൻ പലരുടെയും സൗഖ്യത്തിന് കാരണമാകും. ചിലപ്പോൾ പലരുടെയും അനുഗ്രഹത്തിന് കാരണമാകേണ്ടവനെയാ പിശാച് നേരത്തെ കൂട്ടി ചെങ്ങലക്കിടുന്നത്. പല ആളുകളും അങ്ങനെയാ. ചില ആൾ പറയില്ലേ, ഇവനൊക്കെ വഴിതെറ്റിപ്പോയില്ലായിരുന്നു, ഇവന് വീടിൻ്റെ ഐശ്വര്യമായി മാറിയേനെ. പക്ഷെ എന്നാ പറയാനാ, കള്ളും കുടിച്ച് തോന്നിവാസമായി സമ്പത്ത് നശിപ്പിച്ച് ഇന്ന് ആകെ നാണക്കേടായിട്ടാണ് ജീവിക്കുന്നത്. അനുഗ്രഹം ആകേണ്ടവനായിരുന്നു, പക്ഷെ ഇന്ന് അതെല്ലാം തകർത്ത് തരിപ്പണമാക്കി. നിന്റെ കൈകൾ അനുഗ്രഹമാകേണ്ടതാണ്, ആ കൈകളെ ചിലപ്പോൾ പിശാച് ബന്ധിച്ചിടും. നിന്റെ കാലുകൾ ചിലപ്പോൾ അനുഗ്രഹമാകേണ്ടതാണ്, നീ എവിടെയൊക്കെ നടന്നെത്തി നല്ല നിലയിൽ എത്തേണ്ടതാ. പക്ഷെ നേരത്തെ തന്നെ ചില കൂട്ടുകെട്ടിൽപ്പെടുത്തി ചില ബന്ധങ്ങളിൽ തളച്ച് പൂട്ടിയിട്ടിരിക്കുക. അതെനിക്കിപ്പോൾ എങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ല, എങ്ങോട്ടും ഒരു ചുവട് വയ്ക്കാൻ പറ്റത്തില്ല, മുഴുവൻ ചെങ്ങലയാണ്, മുഴുവൻ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ശരീരത്തിനകത്തു തന്നെ ഒരു വിടുതലുണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വിടുതലുണ്ടാകട്ടെ. ചിലർക്ക് ചില ബന്ധങ്ങൾ ബന്ധനമാണ്, ചില ബന്ധങ്ങൾ നല്ലതുകൊണ്ട് ചില ബന്ധങ്ങൾ ബന്ധനമായി മാറും. അങ്ങോട്ടും പോകാൻ മേല, ഇങ്ങോട്ടും പോകാൻ മേല, തിരിയാനും മേല, മറിയാനും മേല. 1000 വട്ടം ഇന്ന് ചിന്തിക്കുന്നു, ഈ ബന്ധം വേണ്ടായിരുന്നു, അയാൾ നല്ലൊരു നിലയിൽ എത്തേണ്ട ആളായിരുന്നു, പക്ഷേ ഈ ബന്ധം അയാളെ ബന്ധനത്തിലാക്കി തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുന്നു. നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം. എല്ലാ ബന്ധങ്ങളും എല്ലാവർക്കും നല്ലതല്ല. ചില ബന്ധങ്ങൾ നമുക്ക് ബന്ധനമാണ്. ഒരു ബന്ധം മതി നമ്മുടെ ബിസിനസ് തകരാൻ, ഒരൊറ്റ ബന്ധം മതി ശുശ്രൂഷകൾ ഇല്ലാതാകാൻ. കാരണം ആ ബന്ധത്തിന് കുഴപ്പമില്ല, പക്ഷെ ആ ബന്ധം നിനക്ക് ബന്ധനമാണ്. ചിലരുടെ ബന്ധമാണ് അവരുടെ നല്ല ഭാവിയെ തകർത്തത്, ചില ബന്ധമാണ് അവരുടെ കുടുംബജീവിതത്തെ തകർത്തത്, ചില ബന്ധനമാണ് അവരുടെ ബന്ധനമായ അവരുടെ വിദ്യാഭ്യാസമൊക്കെ മുറിഞ്ഞുപോയി. പഠിക്കാൻ നല്ല കഴിവുള്ള കൊച്ചായിരുന്നു, പക്ഷെ ആ ബന്ധത്തിൽ ചെന്ന് പെട്ടു. ഇപ്പോൾ പഠിത്തവും ഇല്ല, ഒന്നുമില്ല, പഠനമൊക്കെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി. ഉടനെ ചാടിപ്പിടിച്ച് കല്യാണം കഴിച്ചു. ഇപ്പോൾ 1000 വട്ടം ചിന്തിക്കുന്നു, എനിക്ക് എൻ്റെ കൂടെയുള്ളവരൊക്കെ പഠിച്ച് അങ്ങെത്തി, എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ല. ഇന്ന് ഡിപ്രഷനും മരുന്ന് കഴിക്കുന്നു. ചില ബന്ധങ്ങൾ നമുക്ക് ബന്ധനമാകും. ഹല്ലേലൂയ. അനേകർക്ക് നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നില്ല. ആള് നല്ല ഭർത്താവായി നല്ല ഭാര്യയായി ഒക്കെ ജീവിക്കേണ്ട ആളാണ്, പക്ഷെ അതിൻ്റെ 7 അയൽവക്കത്തെത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല. നിങ്ങൾ എവിടെയൊക്കെയോ ചില ചെങ്ങലക്കകത്ത് പെട്ടുകിടക്കുകയാണ്. അതിൻ്റെ കണ്ണികൾ പൊട്ടിച്ചു കളയണം, ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു കിടക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനു വേണ്ടിയാണ് ഈ കസേരയിൽ ഇരുത്തി ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചെവികളിൽ ഇത് മുഴക്കുന്നത്. ഒരു മനുഷ്യനെ ബന്ധിച്ചിട്ടിരിക്കുന്നു. ഇനി അടുത്ത വാക്യം ഞാനൊന്ന് വായിക്കാം. ഇനി വായിക്കേണ്ടത് 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു, അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട്, അത് ശ്രദ്ധിച്ചു വായിച്ചേ, കല്ലുകൊണ്ട് തന്നെ ഒരു കല്ലെടുത്തിട്ട് നമ്മൾ ആരെങ്കിലും ചെയ്യുവോ? സ്വന്തം ശരീരം ഇടിച്ചു പൊട്ടിക്കുന്നു. കല്ലെടുത്ത് തന്നെ മുറിപ്പെടുത്തുകയും അപ്പൊ ഞാൻ ഇത് ചിന്തിച്ചു, ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്തിട്ടില്ല. എന്നെ അറിയുന്ന ആരും കല്ലെടുത്ത് സ്വന്തം തലക്കെട്ടും ശരീരത്തിൽ ഇടിക്കുന്ന ആരെയും ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ട് ആരെയും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, സ്വന്തം കൈ കൊണ്ട് സ്വന്തം ചങ്ങിലിട്ടടിക്കുന്നവർ.
ദൈവമേ, ഞാൻ നശിച്ചവനാണ്, ഞാൻ പരാജയപ്പെട്ടവനാണ്, ഞാൻ ഭാവി ഇല്ലാത്തവനാണ്, എനിക്ക് ജീവിക്കേണ്ട, മരിച്ചു കിട്ടിയാൽ മതി. എന്തോ ഒരു വിടുതൽ നിനക്ക് ആവശ്യമാണ്. സ്വന്തം ചിലർ പറയാറില്ലേ, ഞാൻ നശിച്ചവനാണ്. ചിലർ കുടിച്ച് അവനവനെ തന്നെ ഉപദ്രവിക്കും. ചിലർ വലിച്ച് അവനവനെ ശരീരം ഉപദ്രവിക്കും. ചിലർ പറഞ്ഞ് ഞാൻ ശപിക്കപ്പെട്ടവനാണ്, ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, എൻ്റെ ജീവിതം പോയി, എൻ്റെ ഭാവി പോയി, എൻ്റെ കുടുംബം അങ്ങനെയാണ്, എൻ്റെ ഭാവി ഇങ്ങനെയാണ്, എൻ്റെ നാള് ശരിയല്ലാത്തതുകൊണ്ടാണ്, അവരെന്നെ ശപിച്ചത് കൊണ്ടാണ്. നിങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ സ്വന്തം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമാണ്. നിങ്ങൾക്കൊരു അനുഗ്രഹം ആവശ്യമാണ്. ചിലർ വാഹനത്തിനകത്ത് കയറി ഇരുന്നിട്ട് പ്രാകും. ദൈവമേ, എൻ്റെ കുടുംബം നശിച്ചു പോകണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആരും കേൾക്കാതിരിക്കാൻ ബാത്റൂമിനകത്ത് കയറി വാതിലടച്ച് ബക്കറ്റിലേക്ക് വെള്ളം തുറന്നിട്ടിട്ട് ചുമ്മാ ശപിക്കുന്നവരുണ്ട്. നിരാശ കൊണ്ട് മനസ്സ് മുഴുവൻ ഇരുട്ടായി പോയവരുണ്ട്. നിങ്ങളിലേക്ക് ഇന്ന് ആരാധനയിൽ, ഇന്ന് ശുശ്രൂഷയിൽ ഒരു വലിയ വിടുതൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കും. അടുത്ത വാക്യം വായിക്കുകയാണ്. 6-ാമത്തെ വാക്യം. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട്. അതാണ് ഇതിനകത്ത് ടേണിംഗ് പോയിന്റ്. അകലെ വച്ച് തന്നെ അവന്റെ അനുഗ്രഹത്തെ അവൻ കാണാൻ തുടങ്ങി. അവന്റെ വിടുതലിനെ അവൻ കാണാൻ തുടങ്ങി. ഇന്ന് ഈ ആലയത്തിൽ ദൂരെ നിന്ന് വണ്ടി കയറി വന്നവരുണ്ട്, സമീപ ദേശത്തു നിന്ന് വന്നവരുണ്ട്, തൊട്ടടുത്തുനിന്ന് വന്നവരുണ്ട്. നിങ്ങൾ ഇവിടുന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെ അകലെ വച്ചെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അകലെ വച്ച് തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഒരു അനുഗ്രഹത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും ഈ മനുഷ്യൻ അകലെ വച്ച് തന്നെ അവന്റെ അനുഗ്രഹത്തെ കണ്ടവനാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി വിശ്വാസത്തോടെ എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അകലെ വച്ചു തന്നെ അവന്റെ അനുഗ്രഹത്തെ അവൻ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഒരു വലിയ വിടുതലിലേക്ക് ചില ഓടി വരവുകൾ ആവശ്യമാണ്. ചില നിങ്ങളോട് ചോദിച്ചു കാണാൻ, എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? എൻ്റെ വിടുതലിലേക്കുള്ള എൻ്റെ അനുഗ്രഹം ഞാൻ വേണം നേടിയെടുക്കാൻ. എൻ്റെ അനുഗ്രഹം വേറൊരാൾ ചാക്കിനകത്ത് കെട്ടി ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് തരത്തില്ല. എൻ്റെ അനുഗ്രഹത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടത് ഞാനാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഓടിച്ചെല്ലേണ്ടത്. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ ഞാനാണ് ഓടിച്ചെല്ലേണ്ടത്. എന്നിലൂടെയാ ചില നന്മകൾ എൻ്റെ ഭവനത്തിൽ കയറി വരുത്തുള്ളൂ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സത്യം, ഇതൊക്കെ വചനം വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകും ഈ കാര്യം നമ്മുടെ ജീവിതവുമായി എത്ര അടുത്താണെന്ന്. എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, 7-ാമത്തെ വാക്യം. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങ് എന്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ആ വാക്ക് ശ്രദ്ധിച്ചേ, എന്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? അപ്പോൾ ഈ ദൈവം വന്നിരിക്കുന്ന എന്തിനാണെന്ന് ഇവന് മനസ്സിലായി. എന്റെ കാര്യത്തിൽ ഇന്നു ദൈവം ഇടപെടുമെന്ന തിരിച്ചറിവിലാണ് വന്നു നിൽക്കുന്നത്. ഇവിടെ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിക്കുന്നോ ഇന്ന് എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം പറയാനുള്ള നിമിഷമാണ് ഈ സമയം. ഇന്ന് എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടും, എൻ്റെ കുടുംബത്തിനകത്ത് ദൈവം ഇടപെടും, എൻ്റെ നിയോഗത്തിൽ ദൈവം ഇടപെടും. ഇന്ന് ദൈവം നിന്റെ അടുത്ത് വന്നിരിക്കുന്നത് അല്ല, ദൈവത്തിന്റെ വചനം നിന്റെ ചെവികളിൽ മുഴങ്ങുന്നത് നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അവനൊന്നും കാണുന്നില്ലെങ്കിലും ഇവിടെ നടക്കുന്ന കുറെ ബൾബ് കത്തിക്കിടക്കുന്നു, ഫാൻ കറങ്ങുന്നു, അൾത്താരയിൽ കുറെ പാത്രങ്ങൾ ഇരിക്കുന്നു, മൈക്കിരിക്കുന്നു, ഒരാൾ പ്രസംഗിക്കുന്നു. ഇത് മാത്രമല്ല, എന്റെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഇന്നത്തെ ശുശ്രൂഷ എനിക്കൊരു വിടുതലാക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ കുടുംബത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യുന്ന ദൈവമുണ്ട്. എന്റെ അടഞ്ഞിരിക്കുന്ന വഴികളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ മേൽ നിലനിൽക്കുന്ന എല്ലാ ചെങ്ങലകളെയും വലിച്ചു പൊട്ടിച്ചെന്നെ സ്വാതന്ത്ര്യത്തിൽ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. പിശാച് ഒരു മനുഷ്യനെ തകർത്ത് എവിടം വരെ എത്തിച്ചുവെന്നും ദൈവം അവനെ എത്രമാത്രം ഉയർത്തിയെന്നും ഈ ഒരൊറ്റ അധ്യായം വായിച്ചാൽ മതി. ഈ ഒരൊറ്റ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പിശാച് ഏത് വിധത്തിൽ ഒരാളെ തകർത്ത് അവനെ ഇല്ലാതാക്കാൻ നോക്കും. ദൈവമോ ഏതു തകർന്നവനെയും പതുക്കെ കൈക്ക് പിടിച്ചു കയറ്റി എല്ലാമുള്ള ഒരു നിലയിൽ എത്തിക്കാൻ തുടങ്ങും. ഇത് രണ്ടും യാഥാർത്ഥ്യങ്ങളാണ്. ചിലരെ തകർത്ത് ഒന്നുമില്ലാതാക്കും, ഒന്നും അല്ലാതെയാക്കും.
ചിലരെ ഒന്നുമല്ലാത്ത നിലയിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പടിപടിയായി ഉയർത്താൻ തുടങ്ങും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഈ വാക്ക് പറയാനുണ്ട്. നിങ്ങൾ ഇന്ന് ഏത് അവസ്ഥയിലാണ് തകർന്ന് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നത്, അവിടെ നിന്ന് ഉയർത്താൻ ദൈവത്തിൻ്റെ കരം നിന്നെ മുറുകെ പിടിക്കുന്ന പകലാണിത്. ആമേൻ. വിശ്വസിക്കുന്നു. അത് പിടിപിടിച്ച് ഓടിപ്പോകരുത്, ഒന്നിനും തിരക്ക് കൂട്ടരുത്. ദൈവത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെ ജീവിതങ്ങളെ ആത്മഹത്യക്ക് ഇരുന്ന് അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നവരുണ്ട്. ഭക്ഷണം പോലും കഴിക്കാതെ മരിക്കണം 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 എന്ന് മാത്രം ചിന്തിച്ച് മുറിക്കകത്തിരിക്കുന്ന ആളുകൾ യാദൃശ്ചികമായി ഒരു വചനം കേട്ടു. അതയാളെ ജീവിക്കാൻ, അയാൾ എന്നോട് പറഞ്ഞ വാക്കിതാണ്, ഞാൻ ജീവിക്കാൻ തന്നെ കാരണം ഈ വചനം കേട്ടതാണ്, ഇല്ലെങ്കിൽ ഞാൻ മണ്ണിൻ്റെ അടിയിലായനെന്ന്. പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്നെ അടക്കിയനെ. ഞാൻ മരണത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതാ. എങ്ങനെയാ ചാകേണ്ടതെന്ന് പോലും ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചു. പക്ഷെ മരിച്ചില്ല. അതായത് പിശാച് നമ്മളെ തകർത്തതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തിക്കും, ഇല്ലാതാക്കും. എന്നാൽ ദൈവമോ തകർന്ന സ്ഥലത്തു നിന്ന് നിന്നെ പണിതുയർത്തിക്കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എനിക്കിനി രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന്? അങ്ങനെയാണ്, ഇങ്ങനെ ചിന്തിച്ച ഒരാളാണ് ഈ കല്ലറയിൽ കിടന്നവൻ. ചിന്തിച്ചു കാണും, എനിക്കിനി രക്ഷപ്പെടാനൊന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് പുള്ളി തന്നെ കല്ലെടുത്ത് ഇടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ ഭ്രാന്തനെ പോലെ നടന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോലും ചിന്തിക്കരുത്, എനിക്കിനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറയരുത്. നിനക്ക് രക്ഷപ്പെടാൻ ദൈവം ഒരു വഴിയൊരുക്കും. അതിനകത്ത് നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കള്ളക്കേസിൽ കുടുക്കിയവരുണ്ട്. കള്ളക്കേസിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഈ കേസിൽ ഇങ്ങനത്തെ കേസാണ്, ഇതൊരിക്കലും രക്ഷപ്പെടത്തില്ല. അന്നേരം അവിടെ കണ്ട ഒരു കടലാസിനകത്ത് ഈ ഒരു വചനം എഴുതി കൊടുത്ത്, ഇത് പ്രാർത്ഥിക്കും നിങ്ങൾ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ആ കേസ് എങ്ങനെ പരിഹാരമായെന്ന് അറിയാൻ പാടില്ല. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഒന്ന് കണ്ണുകളടച്ച് എല്ലാവരും ഇത്രയും കാര്യങ്ങളെ വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ കേട്ടു, ഒരു പിശാചു ബാധിതൻ ഒരു പുരുഷനാണ്, ഒരാണുങ്ങളാണ് ഈ മനുഷ്യൻ. പക്ഷെ വീടിൻ്റെ അനുഗ്രഹം ആകേണ്ടവൻ കിടക്കുന്നത് അപ്പുറത്തെ കല്ലറയ്ക്കകത്ത് പോയി കിടക്കുക, ഭ്രാന്തനായിട്ട് ജീവിക്കുക. വസ്ത്രവും ധരിക്കാറില്ല, കൈകാലുകൾ മുഴുവൻ ചെങ്ങലയായി, ഇടിച്ചു പൊട്ടിച്ച് കാലും കയ്യും മുഴുവൻ വ്രണമായി, കണ്ടാൽ ആളുകൾ ഓടി ഒളിക്കും. ആർക്കും വേണ്ടാത്തവനായി മാറി. അയ്യോ, നല്ലൊരു കുടുംബനാഥനായി ജീവിക്കേണ്ട കൊച്ചനാ, നല്ലൊരു ഭർത്താവായി ജീവിക്കേണ്ട ആളാണ്, നല്ലൊരു കുടുംബനാഥനാകേണ്ട ആളാണ്, നല്ലൊരു ശുശ്രൂഷകനാകേണ്ട ആളാ. ഇപ്പോൾ ആകെ തലതിരിഞ്ഞ് അവിടെ കിടക്കുന്നു, ഒന്നും അല്ലാതായി. പ്രിയപ്പെട്ടവരെ, പിശാച് ചെയ്യുന്നത് എവിടെയൊക്കെയോ എത്തിപ്പെടാൻ കഴിവുള്ള നിന്നെ അവിടെ എത്താതെ തകർത്തു തരിപ്പണമാക്കി ഒന്നും അല്ലാതാക്കി മാറ്റും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞാനിങ്ങനെ ഓർക്കുവാണ്, കൈകാലുകളിൽ പല ചെങ്ങലകൾ ഉള്ളവർ ഇന്നും ഉണ്ട്. എന്തിനാണ് എൻ്റെ കൈകാലുകളിൽ ചെങ്ങല ഇട്ടിരിക്കുന്നത് അറിയോ? പിശാച്, നീ ഇങ്ങനെ നല്ലതുപോലെ പോയാൽ വലിയ നന്മയുള്ള ഒരാളായി മാറുമെന്ന് പിശാചിനറിയാം. നിന്റെ കുടുംബത്തിൽ സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരാളായി നീ മാറുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് നിന്റെ കൈകളെ ചില ബന്ധനത്തിനകത്താക്കി പൂട്ടും. നിന്റെ കാലുകളെ എന്തിനാ പൂട്ടുന്നത്? പിശാചിനറിയാം, ഇവൻ ഇങ്ങനെയൊക്കെ നടന്നാൽ ഇവന് കുറേ പേരുടെ രക്ഷയ്ക്കും മാറ്റത്തിനും മാനസാന്തരം കാരണമാവും. ഇവനെ തളച്ചേ ഒക്കത്തുള്ളൂ, ഇവനെ പൂട്ടിയേ ഒക്കത്തുള്ളൂ. അവനെ ഏതെങ്കിലും ഒരു കുഴപ്പത്തിനകത്ത് കൊണ്ട് പൂട്ടും, ഏതെങ്കിലും ഒരു പൊട്ട ബന്ധത്തിൽ കൊണ്ട് തളയ്ക്കും. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ബന്ധനത്തിൽ, നിങ്ങളുടെ മനസ്സോ നിങ്ങളുടെ കൈകാലുകളോ നിങ്ങളുടെ ജീവിതമോ അത് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുകയില്ല. അത് നിങ്ങളെ ഒന്നും അല്ലാതാക്കി മാറ്റും. എവിടെയൊക്കെയോ എന്തൊക്കെയോ ആയി തീരേണ്ട നിന്നെ ഒന്നും അല്ലാതാക്കി തകർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതിയെങ്കിൽ, തകർന്നു തരിപ്പണമായി കിടക്കുന്ന നിന്നെ
ഏതു തരത്തിൽ പരാജയപ്പെട്ടു പോയ ആളാണ് നീ എങ്കിലും അവിടെ നിന്ന് പടിപടിയായി ഉയർത്താൻ ദൈവത്തിന്റെ കരം നിന്റെ മേൽ അടുത്തു വരുന്നത്, നിന്റെ മേൽ ചേർന്ന് വരുന്നത് ഇന്ന് അനുഭവിച്ചിട്ടേ പോകാവുള്ളൂ, ഇന്നത് സ്വീകരിച്ചിട്ടേ പോകാവുള്ളൂ. ഈ വിടുതൽ ദൈവം നിനക്ക് തരുന്ന അത്ഭുതമാണ്. ഈ മധ്യാഹ്നത്തോട് അടുത്തു നിൽക്കുന്ന ഈ 11:30 സമയം നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായ സമയമാണ്. നിന്റെ കുടുംബത്തിനകത്ത് ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. എന്റെ കയ്യിൽ സ്വീകരിച്ച നിയോഗങ്ങളെ ഞാൻ ഓർക്കുക. ചില ആളുകൾ പ്രാർത്ഥിച്ചു, എനിക്ക് ഇന്ന രാജ്യത്ത് പോകണം, എൻ്റെ കുഞ്ഞുങ്ങൾ ഈ പരീക്ഷയിൽ ജയിക്കണം, എൻ്റെ ഇന്ന വ്യക്തി ഈ വ്യക്തി മാനസാന്തരപ്പെടണം, മനസ്സ് മാറണം, മദ്യപാനം നിർത്തണം, ലഹരി വസ്തുക്കൾ വിടുതൽ കിട്ടണം. ദൈവം നിനക്ക് ഒരുക്കുന്ന ആ വിടുതലുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മളെല്ലാവരും ഒന്ന് ശക്തമായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സാധാരണ പോലെ പ്രാർത്ഥിച്ചു പോകരുത്. ഇന്ന് എത്ര പേര് ഈ വചനം കേട്ടോ, അവർക്കൊക്കെ പറയാൻ പറ്റണം ഒരു സാക്ഷ്യം, അവർക്കൊക്കെ പറയാൻ പറ്റണം ഒരു വിടുതലിന്റെ കാര്യം, അവർക്കൊക്കെ പറയാൻ പറ്റണം ഒരു സൗഖ്യത്തിന്റെ കാര്യം. ഇന്നത്തെ സിറ്റുവേഷൻ കണ്ടേച്ച് പറയരുത് എനിക്കിനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ തന്നെ അഭിശാച് ബാധിതൻ സത്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാ? മാനസിക ആശുപത്രി പോലും എനിക്ക് ഒരു സ്ഥാനമില്ല, കൈകാലുകളിൽ മുഴുവൻ ചെങ്ങലയാണ്, എൻ്റെ ശരീരത്തിനകത്ത് വസ്ത്രമില്ല, എന്നെ ആർക്കും വേണ്ട, എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട. എന്ത് നല്ലതായിട്ട് ജീവിക്കേണ്ട ഒരാളാണ്, ഒന്നും അല്ലാതായി പോയത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തോന്നുവാണ് ചിലതൊന്നും വേണ്ടെന്ന്, ഇത് ശരിയാകത്തില്ലെന്ന് മനസ്സിൽ കല്ല് കടിച്ചോ, അത് എത്രയും പെട്ടെന്ന് മാറ്റിക്കൊള്ളണം. അത് തേൻകട്ടയാണെന്ന് തോന്നിയാലും, അത് വലിയ സംഭവമാണെന്നൊക്കെ തോന്നിയാലും, അത് നിന്റെ ഭാവി മനോഹരമാകാൻ അത് ഗുണമാകത്തില്ല. അതിപ്പോൾ നിനക്ക് സന്തോഷമായിരിക്കും, ഇപ്പോൾ നിനക്ക് ഭയങ്കര സംഭവമായിരിക്കും, ഇപ്പോൾ നിനക്ക് ദൈവത്തെ പോലൊക്കെ അത് തോന്നും. കുറച്ച് കഴിയുമ്പോൾ അത് നിന്നെ തിന്നുന്നൊരു ബന്ധനമായി മാറും, നിന്നെ നശിപ്പിക്കുന്ന ഒരു പിശാചായി അത് മാറും. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിച്ചേ. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ നാളെ പഠിച്ച് മിടുക്കരായി നല്ല ഒരു സ്ഥാനത്തെത്തി അതിലൂടെ നിങ്ങളുടെ വീട് രക്ഷപ്പെടേണ്ട ഒരു കുടുംബമായിരിക്കും. പക്ഷേ അവരെ അവിടെ എത്തിക്കാനുണ്ടല്ലോ, അവൻ്റെ കൈകാലുകൾ ചെങ്ങലക്കിടും പിശാച്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ദൈവവചനം കേൾക്കാൻ ഇഷ്ടമില്ല, എന്നെ ഒന്നും വിളിച്ചേക്കല്ലേ എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഏതാണ്ടൊക്കെയോ ചെറിയ ചെങ്ങലകൾ വന്ന് കാലിലും കയ്യിലും മനസ്സിൽ ചുറ്റാൻ തുടങ്ങിയോണ്ടാ മനസ്സ് മാറുന്നത്. അതവനെ കൊണ്ടുപോകുന്നത് വിജയത്തിലേക്കല്ല, അതവനെ കൊണ്ടുപോകുന്നത് പടുകുഴിയിലേക്കാണ്. അത് തിരിച്ചറിയുമ്പോൾ കുറേ സമയം കഴിയും, അപ്പോഴേക്കും നല്ല പ്രായവും നല്ല ആയുസ്സും ഒക്കെ കഴിയും. അപ്പോൾ തിരിച്ചറിവ് വരാൻ അതൊക്കെ കുറേ നാൾ കഴിഞ്ഞ് അതൊക്കെ തിരിച്ചറിയത്തുള്ളൂ. എന്നാൽ ഓർത്തുകൊള്ളുക, നിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിയുന്നൊരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുക. ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മളുടെ നിയോഗ പ്രാർത്ഥനയിൽ ദൈവം തന്നൊരു പ്രാർത്ഥനയിൽ ഒരു മാറ്റമുണ്ട്. സാധാരണ പോലെ അല്ല ഇനി തൊട്ട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആ പ്രാർത്ഥന നിങ്ങളോട് ചൊല്ലിത്തരാം. എനിക്കിതിൽ വിശ്വാസമുണ്ട്. ദൈവം തന്നൊരു പ്രാർത്ഥനയാണ്. എൻ്റെ എല്ലാ നിയോഗങ്ങളെയും, അതിന്മേൽ നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി തന്ന് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഒരു പവർഫുൾ ആണ്. അത് ദൈവത്തിന്റെ ആത്മാവ് തന്നൊരു പ്രാർത്ഥനയാണ്. മറ്റൊരു അൾത്താറിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം ഒരുക്കി തന്ന പ്രാർത്ഥനയാണ്. എഴുതാൻ വേണ്ടി ഒരുങ്ങി എഴുതിയ പ്രാർത്ഥനയല്ല. അത് മറ്റൊരു അൾത്താറിൽ നിന്ന് വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവം മനസ്സിൽ തന്ന പ്രാർത്ഥനയാണ്. നസ്രായനായ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ എല്ലാം സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന ചെറുതും വലുതുമായ സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും മാറ്റി എനിക്കത് സാധിച്ചു തരണമെന്ന്, എനിക്കത് സാധിച്ചു തരണമെന്ന്, എനിക്കത് സാധിച്ചു തരണമെന്ന്. ഹല്ലേലൂയ. കണ്ണുകളെ ഒന്ന് അടച്ച് ഞാനിപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും സാധാരണ കാര്യമാണ്. അല്ല, ഇത് നിസ്സാരമല്ല, വെരി സീരിയസ് ആണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വലിയ കുടുംബം അവരുടെ വീട്ടിൽ ഒരു മകൾ ആ മകൾ ഒരാളെ ഇഷ്ടപ്പെടാനിടയായി. അത് അവർ വലിയ സാമ്പത്തികമുള്ള നല്ല നിലവാരമുള്ള കുടുംബമാണ്. ആ പെൺകുട്ടി ഒരാളെ ഇഷ്ടപ്പെട്ടു. അത് അവളുടെ പഠനത്തെ ബാധിച്ചു. അവളുടെ ജീവിതം
അങ്ങനെ ആ വ്യക്തിയുടെ കൂടെ ഒരു ദിവസം ഇറങ്ങിപ്പോയി, നാട് വിട്ട് ഫ്ലൈറ്റ് കയറി വേറെ നാട്ടിൽ പോയി. ഫ്ലൈറ്റ് കയറി ഇവിടുന്ന് പോയ പിന്നെയാണ് അപ്പൻ അറിഞ്ഞത്, അമ്മ അറിഞ്ഞത്. പിറ്റേ ദിവസം അപ്പൻ ആത്മഹത്യ ചെയ്തു. ഒറ്റ രാത്രി പിറ്റേ ദിവസം വീട്ടിൽ മരിച്ചടക്കാണ് നടക്കുന്നത്. ആ മകള് വന്നില്ല. പക്ഷെ ആ മകളെ ഞാൻ കണ്ടു, അറിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം പ്രാർത്ഥിക്കാൻ വന്നു. 1000-1500 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ തീരുമാനം എന്നെ തകർത്തു. ഞാനൊരു ബന്ധത്തിൽ ചെന്ന് ചാടി, അതെൻ്റെ ബന്ധനമായിരുന്നു. അതെനിക്കൊരു ഭാവിക്കും എൻ്റെ കുടുംബം മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയി. ആ മകളെ അപ്പൻ അത്രയും സ്നേഹിച്ച ആളാണ്. ആ മകളിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പുറത്തുള്ള കോഴിയിറച്ചി വെട്ടുന്ന കടക്കാരനാവെന്ന് പറഞ്ഞത് നിങ്ങളുടെ മകള് പോയിന്ന്. അയാൾ അവനെ ആ മനുഷ്യൻ ചീത്ത പറഞ്ഞു, ഒരു തെറി പറഞ്ഞു. പോഴാ അവിടുന്ന് പറഞ്ഞു, എൻ്റെ മകളോ? അപ്പോഴാ അറിയുന്നത് അവർ ഫ്ലൈറ്റ് കയറി പോയിന്ന്. എല്ലാം പ്ലാനിങ് ആയിരുന്നു. അയാൾ അന്ന് ദിവസം വളരെ ഭ്രാന്തനെ പോലെ പെരുമാറി. ഞാൻ പറഞ്ഞത്, ഒരു ബന്ധം അത് തെറ്റിപ്പോകുമ്പോൾ, ഒരു തീരുമാനം തെറ്റിപ്പോകുമ്പോൾ അതിലൂടെ നീ ഒന്നും അല്ലാതായി താഴോട്ടാ പോകുന്നത്. നിന്റെ ഭാവി മനോഹരമാകാൻ ദൈവം ചില പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. നിനക്കൊരു കുറ്റബോധം തരിക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല. നീ തകരണമെന്നുള്ളതല്ല ഇതിൻ്റെ ലക്ഷ്യം. നീ ഏതു തകർച്ചയിലാണോ ഇന്നും നിൽക്കുന്നത്, അവിടെ നിന്ന് ഒരു സ്റ്റെപ്പെങ്കിലും ഇന്ന് വയ്ക്കണം. ഒരു ചുവടെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചു വയ്ക്കാൻ പറ്റണം. ഒന്ന് കണ്ണുകൾ അടച്ചേ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, ഇതൊക്കെ എന്തു ബന്ധനമാണ്. ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് എന്തിനാ ഈ ചെറുപ്പക്കാരൻ മദ്യവും ലഹരി വസ്തുക്കളൊക്കെ ആയി? പഠിക്കാൻ എന്ത് കഴിവുള്ള ഒരു മകനായിരുന്നു ഇവൻ. എങ്ങനെ തകർന്നത്? പിശാചിനറിയാം, ഇവൻ ഇങ്ങനെ പോയാൽ ഇവന്റെ കുടുംബം മുഴുവൻ ഇവനിലൂടെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിശാച് അവനെ മദ്യത്തിലും മയക്കുമരുന്നിലും ചെങ്ങലക്കിട്ട് പൂട്ടും. എന്നിട്ട് നല്ല പ്രായം മുഴുവൻ തകർത്ത് തരിപ്പണമായി പോകും. ചിലപ്പോൾ നമുക്ക് തോന്നും, ഈ ചെറുപ്പക്കാരൻ്റെ കൈകാലുകളൊക്കെ പിശാചെന്തിനാ ബന്ധിച്ചിട്ടിരിക്കുന്നത്? പിശാചിനറിയാം, ഇവൻ ഇങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ദൈവത്തിൽ ആശ്രയിച്ചാൽ അനേകം പേർ നരകത്തിൽ പോകേണ്ട അനേകം ആളുകൾ സ്വർഗത്തിലേക്ക് വഴിതിരിച്ചു വിടേണ്ട ഇവനെ പിശാച് വളരെ നേരത്തെ പൂട്ടിക്കളയാൻ നോക്കും. എന്നാൽ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളുടെ ചെവികളിൽ ഈ വചനം മുഴങ്ങുന്നത് ഒരു വിടുതലിന്റെ ആരംഭമാണ്. ഒരു വലിയ അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. ഒന്നും ഒരാളെ പോലും, ഒരു ബന്ധനം പോലും തളച്ചിടാൻ പാടില്ല. ആനയെ പോലും തളച്ചിട്ടാ പിന്നെ എങ്ങോട്ടും പോകത്തില്ല. ആന വലിയ മൃഗവാ, ഭയങ്കര ശക്തിയൊക്കെ ഉണ്ട്. പക്ഷെ തളച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്ന സ്ഥലത്ത് വട്ടം കറങ്ങാന്നല്ലാണ്ട് അനങ്ങാൻ പറ്റത്തില്ല. ഇതുപോലെ അതിനേക്കാൾ എത്രയോ ശക്തി കുറഞ്ഞതാ മനുഷ്യന്റെ മേൽ ബന്ധനം കിടപ്പുണ്ടെങ്കിൽ, എന്നാ കഴിവുള്ളവനാന്ന് പറഞ്ഞാലും, എന്നാ മിടുക്കനാണെന്ന് പറഞ്ഞാലും അവൻ നിന്നു വട്ടം കറങ്ങത്തേ ഉള്ളൂ. ഒരു പടി കയറി പോകത്തില്ല, ഒരു തരി വളരില്ലവൻ, ഒരു പടി അവൻ മേലോട്ട് കയറത്തില്ല, നിന്നടത്ത് നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. ഒരു വലിയ വിടുതൽ നിങ്ങൾ ആഗ്രഹിച്ചേ. പിശാച് ബാധിതൻ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയും മക്കളുമായി സന്തോഷത്തോടെ അപ്പുറത്ത് ജീവിക്കേണ്ടവൻ ഇപ്പോൾ ജീവിക്കുന്നത് ദേ കിടക്കുന്നു അപ്പുറത്ത്. വസ്ത്രമില്ല, കൈകാലുകൾ മുഴുവൻ വ്രണം പിടിച്ച് ഒരു ഭ്രാന്തനെ പോലെ മരിച്ചവരെ അടക്കുന്ന സിമിത്തേരിയിൽ കിടക്കുന്നു. പലരും പരിഹസിക്കുന്നുണ്ടാകും. എത്രയോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, എവിടെ തകർന്നു പോയാലും ദൈവത്തിൻ്റെ അടുത്തേക്കാ നീ ഓടിച്ചെന്നെങ്കിൽ, ദൈവവചനം കേൾക്കാനാ നീ ദാഹിച്ചടുത്ത് വന്നെങ്കിൽ, ഇവിടെ തുടങ്ങി നിന്റെ വിജയത്തിന്റെ 1-ാം അധ്യായമാണ്. ഇന്ന് വയ്ക്കുന്നത് ഒരു വിജയത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇവിടെ നിന്ന് വളർന്നു വന്നോണം, ഇവിടെ നിന്ന് ഉയർന്നു വന്നോണം. ഇനി പഴയതിലേക്ക് പോകരുത്, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ ഒരു വിടുതലിനെ ഞാൻ അയക്കുന്നു. ഈ വചനത്തിന്റെ ശക്തി ഇവരെ തൊടണമേ. ദൈവത്തിന്റെ ശക്തി ഇവരെ തൊടണമേ. ദൈവത്തിന്റെ ശക്തി ഇവരുടെ എല്ലാ ബന്ധനങ്ങളെ പൊട്ടിക്കണമേ. ദൈവത്തിന്റെ ശക്തി ഇവരുടെ മേൽ പ്രവർത്തിക്കാൻ ഇടവരണമേ. ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരാൾ മുതൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളെ വരെ ക്രിസ്തുവിൽ സ്നേഹിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ ബഹുമാനിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ കൃപയിൽ നിന്നുകൊണ്ട് ഒരു വലിയ
വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. വലിയൊരു അത്ഭുത വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച്, നിങ്ങൾ മാതാപിതാക്കളായിരിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവം മിടുക്കരാണ്, കഴിവുള്ളവരാണ്. പക്ഷെ അവരൊക്കെ ഫോണിൽ അഡിക്റ്റാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുവാന്നിരിക്കട്ടെ. ഞാൻ ആരെയും കണ്ടിട്ടല്ല പറയുന്നത്, ഞാൻ ഉദാഹരണമാണ്. ദൈവമേ, ഇങ്ങനെ ഫോണിൽ അഡിക്റ്റായാൽ ഇവരെങ്ങനെ പഠിക്കും? അവന് എന്താണെന്നറിയോ, ഇവൻ പഠിച്ച് വീടിൻ്റെ അനുഗ്രഹമായി വരേണ്ട ആളാ. പിശാചിനറിയാം ഇവനെ ഫോണിന് അഡിക്റ്റായിട്ടാൽ ഇവനെ എവിടെ എത്താതെ പൊക്കോളൂന്ന്. ഇന്ന് അതിനെ പൊട്ടിച്ചെറിയണം. ഇവിടെ ഇരിക്കുന്ന ഓരോ യുവാക്കളും നല്ല നിലയിലെത്തണം, നല്ല രാജ്യങ്ങളിലെത്തണം, നല്ല സാലറി മേടിക്കുന്നവരാകണം, ദൈവത്തിന്റെ നല്ല ശുശ്രൂഷകരാകണം, നല്ല വീട് വയ്ക്കണം, നല്ല കുടുംബജീവിതം ഉണ്ടാകണം, നല്ല ഭാവി ഉണ്ടാകണം, നല്ല വാഹനങ്ങൾ മേടിക്കണം, നല്ല വീട് പണിയണം, നല്ല ഭക്ഷണം കഴിക്കണം. ഇതെല്ലാം ഭാഗ്യമാണ്. എവിടെയെങ്കിലും കിടന്നാ പോരാ, എങ്ങനെയും ജീവിച്ചാ പോരാ, നല്ലതുപോലെ ജീവിക്കാൻ പറ്റണം. മറ്റൊരാൾ അത്ഭുതപ്പെടുന്ന വിധത്തിൽ ജീവിക്കണം. ഒന്ന് കണ്ണുകളെ അടച്ച്, കർത്താവേ, എനിക്കങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ? അല്ല, നിനക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഈ വചനം നിന്റെ ചെവികളിൽ മുഴങ്ങില്ലായിരുന്നു കുഞ്ഞെ, അല്ലെങ്കിൽ ഈ വചനം നീ കേൾക്കുക പോലും ഇല്ലായിരുന്നു. പിശാചു ബാധിതനായ സിമിത്തേരി കിടക്കുന്നവനെ ഒരു അത്ഭുത സുവിശേഷകനാക്കി മാറ്റി, അവനെ ലോകത്തിന്റെ അത്ഭുതമാക്കി മാറ്റി ദൈവം. ഈ അധ്യായം വായിച്ചിട്ടുണ്ട്, 5-ാം അധ്യായം മാത്രം വായിച്ചാൽ മതി, ആ ഒരൊറ്റ പാരഗ്രാഫ് വായിച്ചാൽ മതി ദൈവം എന്തൊക്കെ ചെയ്യൂന്ന് മനസ്സിലാക്കാൻ. 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കാമോ? കർത്താവേ, ഈ ഉയർത്തിയ കരങ്ങൾ അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരാണ്. ഇവർ അങ്ങേ സ്നേഹിക്കുന്നോണ്ടാ സമയം മാറ്റിവെച്ച് വണ്ടിക്കാശ് മുടക്കി ഇവിടെ വന്നിരിക്കുന്നത്. ഇവർ അങ്ങിൽ ആശ്രയിക്കുന്നവരായതുകൊണ്ടാ ഈ കസേര കൂടെ വന്നിരിക്കുന്നത്. വേറെ ഒരു പണിയില്ലാഞ്ഞിട്ടല്ല, വേറെ ഒരു പണിയില്ലാതെ വന്നിരിക്കുന്നവരല്ല. ചങ്കും തകർന്ന സങ്കടങ്ങളുമായും വേദനയായും വിഷമിച്ചുവായൂടെ വന്നിരിക്കുന്നത്. ഇവരുടെ കരങ്ങളെ ജീവിതത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് ഒരു വിടുതൽ ഇവർക്കുണ്ടാകാൻ, ഒരു സൗഖ്യമുണ്ടാകാൻ, ഒരു മാറ്റമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിയോഗത്തോട് ചേർത്ത് വെക്കുന്നു. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ ജനത്തെ വിടുവിക്കണം, ഈ ജനത്തെ വിടുവിക്കണം. ഈ ജനത്തിന്റെ മേൽ അത്ഭുത സൗഖ്യം ഉണ്ടാകണം, അത്ഭുത മാറ്റം ഉണ്ടാകണം, മാനസാന്തരങ്ങൾ ഉണ്ടാകണം, സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആ ശക്തി നിങ്ങളെ തൊടട്ടെ, ആ ശക്തി നിങ്ങളെ തൊടട്ടെ, ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ, വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. പറഞ്ഞേ, യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. അത്ഭുതമായ വിടുതൽ സംഭവിക്കട്ടെ. തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ആമേൻ, ആമേൻ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കും. ഒരു നിമിഷം ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം കാണിച്ച ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ ചിലപ്പോൾ റോട്ടിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ നമ്മുടെ 8 വല ചിലപ്പോൾ നമ്മുടെ കയ്യിലല്ല മുഖത്ത് വന്നിങ്ങനെ വരും. നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് അനേകം പ്രാണികളെ കൊടുക്കാൻ ശക്തിയുള്ള ഒരു 8 വലയാണേലും നമ്മളത് കൈവിരൽ കൊണ്ട് തൂത്തുകളയും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നേരെ
നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ബന്ധനങ്ങൾ 8 കാലി വലയോളം ശക്തിയുള്ളൂ. അതിനെ ദൈവനാമത്തിൽ ഇന്ന് തൂത്തുകളയാൻ പറ്റും. അതിനെ ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ കണ്ടില്ലേ, എന്ന് വെറുതെ ഒരു ചെറിയ നൂല് മാറ്റിക്കളയുന്നല്ലോ, അതിനെ അങ്ങ് മാറ്റിക്കളയും, തുടച്ചങ്ങോട്ട് കളയും. അത് ഭയങ്കര സംഭവമൊക്കെയാണ്. അത് ഒരുപാട് പ്രാണികളെയൊക്കെ കൊടുക്കാൻ ശക്തിയുള്ള പ്രത്യേക ഒരു പശയുള്ള നൂലാണേലും നമ്മുടെ മേത്ത് അത് വന്നാൽ അത് തൂത്ത് കളയാനേ ഉള്ളൂ. ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അമ്മമാർ, അപ്പച്ചമാർ ഓർക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ മകൻ എൻ്റെ വീടിൻ്റെ അനുഗ്രഹമാകേണ്ടവനാ, പക്ഷെ ഇന്ന് അവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, പഠിക്കുന്നില്ല, വിശ്വാസമില്ല, എന്തൊക്കെയോ ചെങ്ങലകൾ അവൻ്റെ മനസ്സിൽ വന്ന് കൂടിയിട്ടുണ്ട്. നല്ല നിലയിലെത്താൻ ഭാഗ്യമുള്ളവരെയാ പിശാച് ഫോക്കസ് ചെയ്യുന്നേ. നല്ല അനേകരുടെ രക്ഷയ്ക്ക് കാരണമാകുന്നവരെയാ പിശാച് നോട്ടവിടുന്നത്. കുറുക്കൻ കോഴിയുടെ മേൽ നോക്കുന്ന പോലെയാ ചില ദൈവകൃപയുള്ളവരെ പിശാച് നോട്ടവിടും. അവനെ പിടിക്കാൻ നോക്കും, അവനെ എങ്ങനെയും പൂട്ടാൻ നോക്കും. അവനെ പൂട്ടിയാൽ പിശാചിനറിയാം വരുന്ന 10-20 വർഷം കൊണ്ടൊന്നും നടക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറഞ്ഞ നാളുകൊണ്ട് കയറി വരാൻ പറ്റും. ദൈവത്തോടടുത്തവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ദൈവത്തോടടുത്തവർ കയറി വന്നിട്ടുണ്ട്. അല്ല, ദൈവം അവരെ അത്ഭുതകരമായി വിടുവിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കും, ചില ബന്ധങ്ങൾ ബന്ധനമാണ്, ചില ബന്ധങ്ങൾ കാഴ്ചയിൽ നല്ലതാണ്, സുഹൃത്തായിട്ട് നല്ലതാണ്, പക്ഷെ അധികമാകരുത്. അതിൽ നിന്റെ പല പ്രതീക്ഷകളും മുറിഞ്ഞു പോകും. വിദ്യാഭ്യാസം തന്നെ മുറിഞ്ഞു പോകും. എത്തേണ്ട സ്ഥലത്ത് എത്താൻ കാലതാമസമെടുക്കും. കുറേ സമയം വെറുതെ പോകരുത്. ഒരു കുഞ്ഞു പോലും അവരവരുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ കാരണം എവിടെയും എത്താതെ പോരും. അതിനെ പൊട്ടിച്ചെറിയണം. എല്ലാവരും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരങ്ങ് ദേശത്ത് വേറൊരു ദേശത്താണ്, അവർ ഇന്ന സ്ഥലത്ത് പഠിക്കുക, ഹോസ്റ്റലിലാണ്, വീട്ടിലാണ്, സ്കൂളിലാണ്. അവരെ മനസ്സിൽ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ ചിലപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാതാപിതാക്കളെ നിങ്ങൾക്ക് അവധി കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോൾ ആ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയുന്നത്. കാരണം അവർ ദൈവവചനം കേൾക്കുമ്പോൾ അപ്പോഴായിരിക്കും അവരുടെ ജീവിതത്തിനകത്ത് ചില നന്മകൾ വെളിപ്പെടാൻ തുടങ്ങുന്നത്, വിടുതൽ ഉണ്ടാകാൻ തുടങ്ങുന്നത്. ഒരു തിരി കത്തിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി ഒട്ടിച്ചു വയ്ക്കുന്നത് പോലെ ഇവിടെ നിന്ന് ആരാധനയിലും വചനത്തിലും കിട്ടുന്ന അനുഗ്രഹത്തിന്റെ തിരിയുണ്ടല്ലോ, അത് വഴിയിലിട്ടിട്ട് പോകരുത്. അത് ഭവനത്തിന്റെ വെളിച്ചമായത് അവിടെ കത്തിച്ചു വയ്ക്കണം. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് പ്രകാശിക്കണം. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടണം. ഒരിക്കൽ കൂടി കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് വിശ്വാസത്തോടെ കണ്ട് ഇങ്ങനെ ഒരു വിടുതൽ ദൈവമേ എൻ്റെ കുടുംബത്തിനകത്തും വരണം, എൻ്റെ മക്കളിൽ വരണം, എൻ്റെ ആരോഗ്യത്തിൽ വരണം. ചില രോഗങ്ങൾ എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നു, ചില സാമ്പത്തിക തകർച്ചകൾ എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നു, ചില പ്രയാസങ്ങൾ എന്നെ തലടിച്ചിട്ടിരിക്കുന്നു. എനിക്ക് എവിടെ ചെന്നാലും പരാജയം, എന്തു ചെയ്താലും 8 നിലയിൽ പൊട്ടുന്നു, ഞാൻ എന്തു ചെയ്താലും നഷ്ടത്തിൽ ചെന്ന് കോപ്പുകുത്തുന്നു. എവിടെയൊക്കെയോ നിനക്കൊരു വിടുതൽ ആവശ്യമാണ്, എവിടെയൊക്കെയോ നിന്റെ ജീവിതത്തിനകത്തൊരു നന്മ വരേണ്ടത് ആവശ്യമാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഒന്നും കൂടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാമോ? മടിയില്ലാതെ എന്നിട്ടിങ്ങനെ ചിന്തിക്കാമോ? എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തോ പറ്റുന്നില്ല. എനിക്ക് നല്ലൊരു ഭർത്താവാകണമെന്ന് കർത്താവേ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് നല്ലൊരു ഭാര്യയാകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് നല്ലൊരു ശുശ്രൂഷകനാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നറിയില്ല, പറ്റുന്നില്ല. എങ്കിൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഒരു വിടുതൽ നിനക്ക് അനുഭവിക്കാൻ പറ്റും, ഒരു നന്മ നിനക്ക് അനുഭവിക്കാൻ പറ്റും. നിന്റെ ആ പെട്ടെന്നുള്ള ദേഷ്യപ്പെടുന്ന കാര്യമൊക്കെ അങ്ങ് മാറും, പെട്ടെന്ന് വർത്താനം പറയുന്ന സ്വഭാവമൊക്കെ മാറും, എല്ലാവരും ഇങ്ങനെ അന്ധമായി അങ്ങ് വിശ്വസിക്കുന്നതൊക്കെ അങ്ങ് മാറും.
നിനക്ക് തന്നെ അറിയാൻ പറ്റും നിന്റെ അകത്തൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് വളരുന്നത്. മുമ്പേ കണ്ടോ, ദാവീദ് അതുല്ലാം ഗുഹയിൽ ഇരിക്കുമ്പോൾ 400 പേര് വന്ന് കൂടി. എല്ലാം കടമുള്ളവരും പ്രശ്നമുള്ളവരും പ്രതിസന്ധിയുള്ളവരുമാ. പക്ഷെ ദിനവൃത്താന്ത പുസ്തകത്തിലെത്തിയപ്പോൾ അവർ പ്രസിദ്ധരായി, അവർ സമർത്ഥരായി. ദൈവാനുഗ്രഹമുള്ള സ്ഥലത്ത് വന്നു കൂടുന്നത് പോലും അവനെ സമർത്ഥനും മിടുക്കനുമാക്കി മാറ്റും, അവനെ ദൈവ അനുഗ്രഹമാക്കി മാറ്റും. നിങ്ങൾ ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, ഏത് നാട്ടിൽ ജീവിക്കുന്നവരാകട്ടെ, സർവശക്തനായ ദൈവത്തോട് ചേരുന്നത് നിങ്ങളുടെ തിളക്കമാ വർദ്ധിക്കാൻ പോകുന്നത്, നിങ്ങളുടെ മൂർച്ചയാ വർദ്ധിക്കാൻ പോകുന്നത്, നിങ്ങളിലെ നന്മയുടെ അളവാണ് കൂടി വരുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രാർത്ഥന ചൊല്ലുകയാണ്. എൻ്റെ ഒപ്പം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ നിയോഗത്തെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും മാറ്റി എനിക്കത് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും മാറ്റി എന്നെ അനുഗ്രഹിച്ച് എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇനി നമ്മൾ 4 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എല്ലാ ശുശ്രൂഷകരും അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ സമയം എല്ലാവരും സ്വരം ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ.